കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട നമ്മുടെ മൂന്നാമത്തെ ക്ലാസ് ആണ്. അപ്പൊ ഒന്ന് രണ്ട് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ഭൂപ്രകൃതിയെ പറ്റി പഠിച്ചു. അതുപോലെ തന്നെ കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ പഠിച്ചു. അതുപോലെ തന്നെ കേരളത്തിലെ ജില്ലകളിലൂടെ ഒക്കെ ഒന്ന് നമ്മൾ കടന്നു പോയിട്ടുണ്ട് അല്ലെ. അപ്പൊ അത്രയും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ റിവിഷൻ നടത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എക്സാം എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ബ്രെയിനിൽ നല്ല അടുക്കും ചിട്ടയോട് കൂടിയിട്ട് നമ്മൾ അത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് ഇടയ്ക്കിടയ്ക്ക് ഒരു ടൈം ഇന്റർവെൽ കൊടുത്ത് അതിന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പൊടി തട്ടിയെടുക്കണം. അങ്ങനെ പൊടി തട്ടി എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് പരീക്ഷ ആവുന്നത് വരെ ഒരു കാര്യവും മറന്നു പോകാതെ ഒരു ഡൗട്ടും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരീക്ഷയെ സമീപിക്കാൻ പറ്റും. അല്ലെങ്കിൽ പരീക്ഷാ സമയത്ത് കൺഫ്യൂഷൻ ഇല്ലാതെ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ടൈം ഇന്റർവെൽ കൊടുത്ത് ഓരോ സമയത്തിനും ഓരോ റിവിഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഒരു മണിക്കൂറോ അരമണിക്കൂറോ വെച്ചിട്ട് ഓരോ ദിവസം എന്ത് ചെയ്യുക? ഈ പറഞ്ഞ റിവിഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പുതിയ ടോപ്പിക് ആണ്. PSCയുടെ ഹോട്ട് ടോപ്പിക് ആയിട്ടുള്ള കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ നദികളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ കേരളത്തിലെ കായലുകളെ കുറിച്ചിട്ടും അതുപോലെ ഡാമുകളെ കുറിച്ചിട്ടും ഒക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ക്ലാസ് കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കും. അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള PYQ ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ട് നിങ്ങൾ അത് ചെയ്തു നോക്കണം. ലാസ്റ്റ് ഞാൻ ക്വസ്റ്റ്യൻ തരും. അത് നിങ്ങൾ എന്ത് ചെയ്യുക? വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ആൻസർ ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, നമ്മൾ ഒരുപാട് കാര്യം പഠിച്ചാൽ പോരാ. ആ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ കൂടി പറ്റണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആ അത്രയും തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉത്തരം മുഴുവനായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഈ ഭാഗം ആ സമയത്ത് തന്നെ പഠിച്ചെന്ന് ഉറപ്പ്. ഓക്കെ, അപ്പൊ പിന്നെ അത് നിങ്ങൾ എന്ത് ചെയ്യണം? കറക്റ്റ് ടൈം കൊടുത്തിട്ട് അതിനൊന്ന് റിവിഷൻ കൂടി ചെയ്തെടുത്തു കഴിഞ്ഞാൽ പക്കാ സെറ്റ് ആവും. ഓക്കെ, അപ്പൊ നമുക്ക് സമയം കളയാതെ എന്ത് ചെയ്യാം? ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ കേരളത്തിലെ നദികളെ കുറിച്ചിട്ടാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഒന്ന് പറഞ്ഞേ, കേരളത്തിലെ നദികൾ എന്ന് പറയുമ്പോൾ കേരളത്തിൽ എത്ര നദികളാണുള്ളത്? എത്രയാണ്? എല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ. 44 നദികളാണ് കേരളത്തിലുള്ളത്. 44 നദികളാണ് കേരളത്തിലുള്ളത് അല്ലെ. അതിൽ തന്നെ കിഴക്കോട്ടും കുറച്ച് പോകുന്നുണ്ട്, പടിഞ്ഞാറോട്ടും കുറച്ച് പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ എത്രയാണ്? കിഴക്കോട്ട് എത്രയാണ്? 3 എണ്ണാണ് അല്ലെ. കിഴക്കോട്ട് 3 എണ്ണാണ് ഒഴുകുന്നത്. ബാക്കി 41 എങ്ങോട്ടേക്കാ പോകുന്നത്? പടിഞ്ഞാറോട്ടേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ മൊത്തം 44-ല് 41 നദികൾ എങ്ങോട്ടേക്കാണ്? പടിഞ്ഞാറോട്ടേക്കും. ബാക്കി 3 എണ്ണാണ് എങ്ങോട്ട് പോകുന്നത്? കിഴക്കോട്ട് ഒഴുകുന്നത്. ഈ കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികൾ ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ അല്ലെ. വളരെ പഠിക്കാൻ എളുപ്പമാണ്. കബനി, ഭവാനി, പാമ്പാർ. ഒരു പാട്ട് പാടുന്ന പോലെ അങ്ങ് പഠിച്ചാൽ മതി. കബനി, ഭവാനി, പാമ്പാർ. കിഴക്കോട്ട് കാ വെച്ചിട്ടല്ലേ തുടങ്ങുന്നത്? കിഴക്കോട്ട് എന്ന് പറയുമ്പോ കാ വെച്ചിട്ടല്ലേ. അപ്പൊ കബനിയിൽ നിന്ന് തുടങ്ങിക്കൂടെ? അതുകൊണ്ട് തന്നെ നമുക്ക് കൺഫ്യൂഷൻ ആവില്ല. പടിഞ്ഞാറോട്ടാണോ കിഴക്കോട്ടാണോ എന്നുള്ള കൺഫ്യൂഷൻ വരില്ല. കാരണം എന്താ? കിഴക്കോട്ട് എന്ന് പറയുമ്പോൾ തന്നെ കാ വെച്ചിട്ടുള്ള തുടങ്ങുന്നതായിരിക്കും. അതായത് കബനി, ഭവാനി, പാമ്പാർ. ആ 3 എണ്ണം മാത്രമാണ് എങ്ങോട്ട് പോകുന്നത്? കിഴക്കോട്ടേക്ക് ഒഴുകുന്നത്. ബാക്കിയുള്ളതൊക്കെ എങ്ങോട്ടേക്കാണ് അല്ലെ? എങ്ങോട്ടേക്കാണ്? പടിഞ്ഞാറോട്ടേക്കാണ്. അപ്പൊ നമുക്ക് മുഴുവൻ പഠിക്കേണ്ട ആവശ്യമില്ല. ഈ കിഴക്കോട്ട് ഒഴുകുന്ന 3 എണ്ണത്തിന് പഠിച്ചു വെച്ചാൽ മതി. ബാക്കിയുള്ളതൊക്കെ പിന്നെ എങ്ങോട്ടേക്കേ പോവുള്ളൂ? പടിഞ്ഞാറോട്ടേക്കേ പോവുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പൊ എത്ര ഉണ്ട്? 44 നദികളുണ്ട്. 41 നദികൾ പടിഞ്ഞാറോട്ടും ബാക്കി വരുന്ന 3 നദികളാണ് എങ്ങോട്ട് പോകുന്നത്? കിഴക്കോട്ട് പോകുന്നത്. ഇനി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ചോദിച്ചാൽ അതേതാണ്? അതേതാണ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി അതേതാണ്? പെരിയാർ അല്ലെ. പെരിയാർ തന്നെയാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത്. 244 കിലോമീറ്റർ ആണ് പെരിയാറിന്റെ നീളം എന്ന് പറയുന്നത്. 244 കിലോമീറ്റർ പഠിക്കണം. വളരെ പ്രധാനപ്പെട്ടതാണ്, ചോദിച്ചിട്ടുണ്ട്. അപ്പൊ 244 കിലോമീറ്റർ ആണ് ആരുടെ നീളം എന്ന് പറയുന്നത്? ഏറ്റവും നീളം കൂടിയ കേരളത്തിലെ നദിയായിട്ടുള്ള പെരിയാറിന്റെ നീളം എന്ന് പറയുന്നത്. എന്നാൽ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? ആ ഏറ്റവും ചെറിയ നദി ഏതാണ്? മഞ്ചേശ്വരം പുഴയാണ് അല്ലെ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്ന് പറയുന്നത് മഞ്ചേശ്വരം പുഴയാണ്. ഏകദേശം 16 കിലോമീറ്റർ മാത്രമാണ് അതിന്റെ ദൂരം എന്ന് പറയുന്നത് കേട്ടോ, അതിന്റെ നീളം എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും വലുത് പെരിയാർ ആണെങ്കിൽ ഏറ്റവും ചെറിയ നദിയാണ് ഏതാ? മഞ്ചേശ്വരം പുഴ എന്ന് പറയുന്നത്. ഏറ്റവും നീളം കൂടിയ പെരിയാറിന് 244 കിലോമീറ്റർ ആണെങ്കിൽ ഏറ്റവും ചെറിയ നദിയായിട്ടുള്ള മഞ്ചേശ്വരം പുഴയ്ക്ക് എത്ര കിലോമീറ്റർ ആണുള്ളത്? 16 കിലോമീറ്റർ മാത്രമാണുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞേ, ഒരു നദിയെ അല്ലെങ്കിൽ ഒരു ജലപ്രവാഹത്തെ ഒരു നദിയായിട്ട് പരിഗണിക്കണമെങ്കിൽ എത്ര കിലോമീറ്റർ അതിന് നീളം വേണം? എത്ര വേണം? ഒരു പ്രാവശ്യം പരീക്ഷയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എത്രയാണ്? 15 കിലോമീറ്റർ ആണ് അല്ലെ. അതായത് ഒരു ജലപ്രവാഹത്തെ അതൊരു നദിയായിട്ട് നമുക്ക് പരിഗണിക്കണമെങ്കിൽ അതിന്റെ നീളം എന്ന് പറയുന്നത് 15 കിലോമീറ്ററിൽ കൂടുതൽ വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അതിനൊരു നദിയായിട്ട് പരിഗണിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ നോക്കിയേ, മഞ്ചേശ്വരം പുഴയുടെ നീളം എത്രയാണ്? 16 കിലോമീറ്റർ ആണ് അല്ലെ. 16 കിലോമീറ്റർ ആണ്. അപ്പൊ ഒരു നദിയായി പരിഗണിക്കണമെങ്കിൽ എത്ര വേണം? 15 കിലോമീറ്റർ വേണം. 16 കിലോമീറ്റർ ആണ് നമ്മുടെ ഏറ്റവും ചെറിയ നദിയായിട്ടുള്ള മഞ്ചേശ്വരം പുഴയ്ക്കുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത് പഠിക്കേണ്ടത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ചോദിച്ചാൽ അത് ഏതാണ്? അത് നമ്മുടെ കാസർഗോഡ് ആണ് അല്ലെ. നമ്മൾ ഒരുപാട് തവണ പഠിച്ചതാണ്. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല എന്ന് പറയുന്നത് ഏതാണ്? കാസർഗോഡ് ആണ് അല്ലെ. കാസർഗോഡ് ആണ് ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇനി നമുക്ക് പഠിക്കേണ്ടത് ബാക്കിയുള്ള നദികളും അതിന്റെ നീളമാണ് കേട്ടോ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പറഞ്ഞ
പെരിയാർ ചോദിച്ചിട്ടുണ്ട്, പമ്പ ചോദിച്ചിട്ടുണ്ട്, ചാലിയാർ, ചാലക്കുടി പുഴ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് തെറ്റാതെ എന്ത് ചെയ്യാ, നിങ്ങൾ പഠിച്ചെടുക്കണം. നമുക്ക് പഠിക്കാൻ വേണ്ടിട്ട് ചെറിയൊരു കോഡൊക്കെ പറഞ്ഞുതരാം. അതായത് ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ അല്ലെ. പെരിയാറാണ് ഏറ്റവും നീളം കൂടിയത്. എത്രയാണ്? 244 കിലോമീറ്റർ ആണ് പെരിയാറിന്റെ നീളം എന്ന് പറയുന്നത്. രണ്ടാം സ്ഥാനത്താണ് ഭാരതപ്പുഴ വരുന്നത്. അതിന്റെ നീളം എത്രയാ? 209 കിലോമീറ്റർ ആണ് കേട്ടോ. 209 കിലോമീറ്റർ ആണ്. പമ്പയുടേതാണെങ്കിൽ 176 കിലോമീറ്റർ ആണ്. 176 കിലോമീറ്ററും. ചാലിയാർ ആണെങ്കിൽ 169ഉം. ചാലക്കുടി പുഴയാണെങ്കിൽ 145.5 ആണ്. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ ഓർഡറിൽ പഠിക്കാം? ആദ്യം ഏറ്റവും നീളം കൂടിയത് പെരിയാർ, രണ്ടാം സ്ഥാനം ഭാരതപ്പുഴ, പിന്നെ പമ്പ, ചാലിയാർ, ചാലക്കുടി പുഴ. ഈ 5 ഒന്ന് ഓർഡറിൽ പഠിക്കണം. നമുക്ക് ഓർഡറിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പി, ബി, പി, സി എന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, ആദ്യത്തെ പി എന്ന് പറയുന്നത് പെരിയാർ. അത് നമുക്കറിയാലേ, ഏറ്റവും നീളം കൂടിയത് ഏതാണ്? പെരിയാറാണ്. അപ്പൊ അത് പി ആണെന്ന് അറിയാം. രണ്ടാമത്തത് ബി ആണ് അല്ലെ. ബി എന്ന് കേട്ടാൽ ഏതാണത്? ഭാരതപ്പുഴ. മൂന്നാമത്തെ പി എന്ന് പറയുന്നത് ഏതാണ്? അത് പമ്പയാണ് അല്ലെ. പി എന്ന് പറയുന്നത് പമ്പയാണ്. പിന്നെ സി എന്ന് പറയുന്നത് ചാലിയാറും. 5ാം സ്ഥാനമാണ് ആർക്കുള്ളത്? ചാലക്കുടി പുഴയ്ക്കുള്ളത്. അപ്പൊ ഈ സിയും തമ്മിൽ മാറിപ്പോകരുത്. അതിന് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. 5ാം സ്ഥാനത്താണ് ആര്? ചാലക്കുടി പുഴ. 5ാം സ്ഥാനത്താണ് ആര്? ചാലക്കുടി പുഴ എന്ന് ആലോചിച്ച് വെച്ചേക്കാം. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ 1ാം സ്ഥാനത്ത് ആരുണ്ട്? നമ്മൾ മനസ്സിലേക്ക് വരുന്ന കോഡ് ഏതാണ്? പി, ബി, പി, സി. അതായത് പെരിയാറ്, ഭാരതപ്പുഴ, പമ്പ, ചാലിയാറ്, ചാലക്കുടി പുഴ. ഇതാണ് ആ ഒരു നദികളുടെ നീളത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഓർഡർ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ നീളം കൂടി ഒന്ന് പഠിക്കണം. പെരിയാർ നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലെ. എത്രയാണ്? 244 കിലോമീറ്റർ. 244 കിലോമീറ്റർ. അതിനേക്കാളും കുറച്ച് കുറവാണ് ആര് വരുന്നത്? ഭാരതപ്പുഴ വരുന്നത്. 209 കിലോമീറ്റർ ആണ് അല്ലെ. 209 കിലോമീറ്റർ ആണ് ഭാരതപ്പുഴയുടെ നീളം എന്ന് പറയുന്നത്. എന്നാൽ പമ്പയാണെങ്കിൽ 176. കുറച്ചും കൂടി അങ്ങോട്ട് കുറഞ്ഞു അല്ലെ. 176, 200 താഴോട്ട് വന്നു. അതായത് 176 ആണ് പമ്പയുടെ നീളം. ചാലിയാർ ആണെങ്കിലോ 176 ആണെങ്കിൽ ഇത് 169 കിലോമീറ്റർ ആണ്. എത്രയാണ് ചാലിയാറിൻ്റെത്? 169 കിലോമീറ്റർ. ചാലക്കുടി പുഴയാണെങ്കിൽ 145.5. ഇത് ഒരു പ്രാവശ്യം പരീക്ഷയിൽ ചോദിച്ചതാണ് കേട്ടോ, തെറ്റിപ്പോകരുത്. 145.5 ആണ് ചാലക്കുടി പുഴയുടെ നീളം എന്ന് പറയുന്നത്. ഒക്കെ മനസ്സിലില്ലേ? ഒന്നുകൂടി പറയാം. പെരിയാറാണ് ഏറ്റവും നീളം കൂടിയത്. 2ാം സ്ഥാനം ഭാരതപ്പുഴ, 3 പമ്പ, പിന്നെ ചാലിയാർ, ചാലക്കുടി പുഴ. പെരിയാറിന്റെ നീളം എത്രയാണ്? ഒന്ന് മനസ്സിലേക്ക് ആലോചിച്ചേ. 244 അല്ലെ. 244 ആണ്. ഭാരതപ്പുഴയാണെങ്കിലോ അതും ഒരു 200 തന്നെയാണ് അല്ലെ. 209 ആണ്. പമ്പയാണെങ്കിൽ കുറച്ചും കൂടി താഴോട്ട് 200 താഴോട്ടേക്ക് വരുമ്പോ 176 ആണ്. പിന്നെ ഏതാ? ചാലിയാർ ആവുമ്പോ ഒന്നും കൂടി കുറഞ്ഞു. എത്രയാ? 169. 5ാം സ്ഥാനത്തുള്ള ചാലക്കുടി പുഴയാണെങ്കിൽ 145.5 കിലോമീറ്റർ. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലുണ്ടാവണം. ഓക്കെ, ഇനി നമുക്ക് ഓരോരോ നദികളായിട്ട് അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അതിൽ ആദ്യം നമ്മൾ പഠിക്കുന്നത് ഏതാ? പെരിയാറാണ്. പെരിയാർ നീളമൊക്കെ എല്ലാവർക്കും അറിയില്ലേ. 244 കിലോമീറ്റർ ആണ്. ഏറ്റവും നീളം കൂടിയ നദിയാണ്. ഇനി പെരിയാർ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? നമുക്കറിയാം കേരളത്തിൽ നദികളൊക്കെ എവിടെ നിന്നാണ്? പശ്ചിമഘട്ട മലനിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് അല്ലെ. ഈ പെരിയാർ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? അതിലെ ശിവഗിരി മലകൾ എന്ന് പറയും. അപ്പൊ ശിവഗിരി മലകൾ തമിഴ്നാട്ടിലുള്ള ശിവഗിരി മലകളിൽ നിന്നാണ് ആര് ഉത്ഭവിക്കുന്നത്? നമ്മുടെ പെരിയാർ ഉത്ഭവിക്കുന്നത്. അപ്പൊ പെരിയാർ എവിടെ നിന്നാണ്? ശിവഗിരി മലകൾ. ഇനി എവിടെയാണ് പോയി പതിക്കുന്നത് പെരിയാർ വേമ്പനാട്ട് കായലിലാണ് പോയി പതിക്കുന്നത്. പിന്നീട് അത് അങ്ങോട്ടേക്ക് പോകും, അറബിക്കടലിലോട്ടേക്ക് പോകും. ഇപ്പൊ നിങ്ങൾ ഇത്രയും കാര്യം ഓർത്ത് വെക്കുക. അത് പതിക്കുന്നത് എവിടെയാന്ന് ചോദിച്ചാൽ വേമ്പനാട്ട് കായലിലാണ്. ഉത്ഭവിക്കുന്നത് എവിടെയാണ്? ശിവഗിരി മല. ഒരു മലയുടെ മുകളിൽ നിന്നല്ലേ നമുക്ക് നദികളൊക്കെ ഉത്ഭവിക്കുക. അപ്പൊ ശിവഗിരി മലയിൽ നിന്നാണ് ആര് ഉത്ഭവിക്കുന്നത്? പെരിയാർ ഉത്ഭവിക്കുന്നത്. അതുപോലെ അത് പതിക്കുന്നത് വേമ്പനാട്ട് കായലും, പിന്നീട് അത് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, അറബിക്കടലിലോട്ടേക്ക് പോകുന്നുണ്ട്. നമുക്കറിയാം പെരിയാർ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ വിളിക്കുന്ന മറ്റു പേരുകളാണ് പൂർണ ചൂർണി. രണ്ടും PYQ ക്വസ്റ്റ്യൻ ആണ്. പൂർണ എന്നും ചൂർണി എന്നും വിളിക്കുന്ന നദിയാണ് ഇത് പെരിയാർ എന്ന് പറയുന്നത് അല്ലെ. എന്താണ് പേര്? പൂർണ ചൂർണി. ഏകദേശം ഒരേ പേര് തന്നെയാണ് അല്ലെ. പൂർണ ചൂർണി രണ്ടും എന്താണ്? പെരിയാറിന്റെ വിളിക്കുന്ന മറ്റു രണ്ട് പേരുകളാണ്. ഇനി പെരിയാർ ഒഴുകുന്ന ജില്ലകൾ ചോദിച്ചാൽ അത് ഏതൊക്കെയാണ്? ഏതൊക്കെ ജില്ലകളിലൂടെയാണ് പെരിയാർ ഒഴുകുന്നത്? ഇടുക്കിയിലൂടെ എന്തായാലും പോകൂലേ. ഇടുക്കി ഉണ്ട് എന്ന് അറിയാം നമുക്ക്. ഇടുക്കി ഉണ്ട്. അതുപോലെ തന്നെയാണ് എറണാകുളം. അപ്പൊ ഇടുക്കിയും എറണാകുളത്തിലൂടെയൊക്കെയാണ് ആര് പോകുന്നത്? നമ്മുടെ പെരിയാർ പോകുന്നത്. ഇനി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളൊക്കെ ഉള്ള നദിയാണ് ഏതെന്ന് പറയുന്നത്? ഏത്? പെരിയാർ അല്ലെ. കാരണം എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ജലവൈദ്യുത പദ്ധതികളൊക്കെ എവിടെയാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്? ഇടുക്കിയിലാണ്.
അപ്പൊ ആ സമയത്ത് നമുക്കറിയാം ഇത് ഈ പെരിയാർ എന്ന് പറയുന്നത് എവിടെയാണെന്ന് നമുക്ക് പഠിച്ചിട്ടുണ്ട് അല്ലെ? എവിടെയാണ്? ഇടുക്കിയിലാണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ കിട്ടൂലേ? എന്താണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത് ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ ഇത് ഏതാണ്? പെരിയാർ നദിയിലാണ്. ഓക്കെ, ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥാപിച്ചിരിക്കുന്ന നദി ചോദിച്ചാലും അതും ഏത് തന്നെയാണ്? ഏതാണ്? ഈ പറഞ്ഞ പെരിയാർ തന്നെയാണ് അല്ലെ? അപ്പൊ ജലവൈദ്യുത പദ്ധതികൾ ഏറ്റവും കൂടുതലുള്ളതോ അതുപോലെ തന്നെ അണക്കെട്ടുകൾ എന്തിനാണ്? ഈ പറഞ്ഞ ജലവൈദ്യുത പദ്ധതികൾക്ക് വേണ്ടിയിട്ടല്ലേ? അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചൂടെ? അപ്പൊ ജലവൈദ്യുത പദ്ധതികളും അതുപോലെ തന്നെ ഡാം അതായത് അണക്കെട്ടുകളും ഏറ്റവും കൂടുതലുള്ള നദി ഏതാണ്? പെരിയാറാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ചോദിച്ചാലും അതും ഏത് തന്നെയാണ്? പെരിയാറാണ് അല്ലെ? എന്താ കാരണം? ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. അതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് പോഷക നദികൾ ഉണ്ടാവും. അപ്പൊ അത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യം ഒന്നും കൂടി റിവൈസ് ചെയ്ത് തരാം. ഓർത്ത് വെക്കുക, മനസ്സിലേക്ക് ഒക്കെ ഇപ്പൊ തന്നെ എന്ത് ചെയ്യാം? സ്റ്റോർ ചെയ്ത് വെക്കാം. പെരിയാറ് നീളം ചോദിച്ചാല് 244 കിലോമീറ്റർ. എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ഏത് മലയിൽ നിന്നാണ്? ശിവഗിരി മലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. പതിക്കുന്നതാണെങ്കിൽ വേമ്പനാട്ട് കായല്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഏറ്റവും നീളം കൂടിയ നദിയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ജീവരേഖ എന്ന് അറിയപ്പെടുന്നു. പിന്നെ എന്തൊക്കെയായിരുന്നു ആ രണ്ട് പേരുകള്? പൂർണ ചൂർണി അല്ലെ? പൂർണ ചൂർണി എന്നറിയപ്പെടുന്നു. ഇനി പെരിയാർ ഏതൊക്കെ ജില്ലകളിലൂടെയാണ് ഒഴുകുന്നത്? ഏതൊക്കെയാണ്? ഇടുക്കിയുണ്ട്, അതുപോലെ തന്നെ എറണാകുളം ഉണ്ട് അല്ലെ? അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദിയാണ് ഏതാ? പെരിയാർ എന്ന് പറയുന്നത്. അണക്കെട്ടുകൾ ഏറ്റവും കൂടുതൽ സ്ഥാപിച്ചിരിക്കുന്നതും എവിടെ തന്നെയാണ്? പെരിയാറിൽ തന്നെയാണ്. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ചോദിച്ചാലും അതും ഏത് തന്നെയാണ്? പെരിയാറാണ്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണ് പെരിയാറിന്റെ പോഷക നദികൾ എന്ന് നോക്കാം. ഏതൊക്കെയാണ്? ഓർത്ത് വെച്ചേക്കണം. കട്ടപ്പനയാറ്, മുല്ലയാറ്, മുതിരപ്പുഴയാറ്, ചെറുതോണിയാറ്, പെരിഞ്ചൻകുട്ടിയാറ്, ഇടമലയാറ്. ഇത്രയും പേര് മനസ്സിലുണ്ടാവണം. കട്ടപ്പനയാറ്, മുല്ലയാറ്, മുതിരപ്പുഴയാറ്, ചെറുതോണിയാറ്, പെരിഞ്ചൻകുട്ടിയാറ്, ഇടമലയാറ്. എല്ലാറ്റിന്റെ അവസാന ആറ് എന്ന് പറയുന്നുണ്ടല്ലോ, പെരിയാറ്. അങ്ങനെ ഓർത്ത് വെച്ചൂടെ? പെരിയാറിന്റെ പോഷക നദികളുടെ കൂടെ ഒക്കെ എന്തുണ്ട് അല്ലെ? ആറ് വെച്ച് വരുന്നുണ്ട്. അപ്പൊ കട്ടപ്പനയാറ്, മുല്ലയാറ്, മുതിരപ്പുഴയാറ്, ചെറുതോണിയാറ്, പെരിഞ്ചൻകുട്ടിയാറ്, ഇടമലയാറ്. ഒരു കണക്ഷൻ ഒന്നുകൂടി ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിട്ട് ഒരു ചെറിയ കോഡ് പറഞ്ഞുതരാം. ഒരു കഥ പോലെ ഒന്ന് ഓർത്ത് വെക്കാം. എന്താണ്? കട്ടപ്പനയാറ് അല്ലെ? ഇവിടെ കട്ടപ്പന എന്ന് ഓർത്ത് വെക്കാം. അപ്പൊ കട്ടപ്പനയിലുള്ള ഒരു മുല്ലാക്ക ഉണ്ടെന്ന് ആലോചിക്കാം. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കോഡ് തന്നെയാണ്, അത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. അപ്പൊ കട്ടപ്പനയിലെ മുല്ലാക്കയ്ക്ക് ഒരു കുതിരയൊക്കെ ഉണ്ട് കേട്ടോ. ഒരു കുതിരയുണ്ട്. ആ കുതിരയ്ക്ക് എന്താ ഇഷ്ടം? ചെറുതേനാണ് കേട്ടോ. ചെറുതേനാണ് നല്ല പെരുത്ത് ഇഷ്ടമുള്ളത്. ഓക്കെ, പെരുത്ത് ഇഷ്ടമുള്ളത്. ആ ഒരു എന്താ പറയാ വാക്ക് കൃത്യമായിട്ട് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ നദികളൊക്കെ കിട്ടും. എന്താ പറഞ്ഞത് ആദ്യം? കട്ടപ്പനയാർ അല്ലെ? അപ്പൊ കട്ടപ്പനയാർ എന്ന് പറയുമ്പോ കട്ടപ്പനയിലെ മുല്ലാക്കയ്ക്ക് ഒരു കുതിരയുണ്ട്. ആ കുതിരയ്ക്ക് ചെറു തേനാണ് പെരുത്ത് ഇഷ്ടം. കിട്ടിയല്ലോ? കട്ടപ്പനയാറ് അല്ലെ? കട്ടപ്പനയാറ്, മുല്ലാക്ക എന്ന് പറയുന്നത് മുല്ലയാറ്, കുതിര എന്ന് പറയുന്നത് മുതിരപ്പുഴയാറ്, ചെറുതേൻ എന്ന് പറയുന്നത് ചെറുതോണിയാറ്, പെരുത്തിഷ്ടം എന്ന് പറയുമ്പോ പെരിഞ്ചൻകുട്ടിയാറും ഇടമലയാറും. ഇവിടെ ഇഷ്ടം എന്നുള്ള രീതിയിൽ എടുക്കണം കേട്ടോ. ഇഷ്ടം എന്നുള്ളത് ഇടമലയാറായിട്ട് എടുക്കാം. അത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പെരിയാറിന്റെ പോഷക നദികൾ കിട്ടും. ഒന്നുകൂടി ഓർത്തെടുത്തേ. കട്ടപ്പനയാറ്, മുല്ലയാറ്, മുതിരപ്പുഴയാറ്, ചെറുതോണിയാറ്, പെരിഞ്ചൻകുട്ടിയാറ്, ഇടമലയാറ്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടാവണം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ പെരിയാറിന്റെ പോഷക നദികൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് ഭാരതപ്പുഴയാണ്. അപ്പൊ പെരിയാറെ പറ്റിയിട്ട് ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഭാരതപ്പുഴയെ പറയാം. നീളത്തിന്റെ കാര്യത്തില് കേരളത്തിലെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന നദിയാണ് ഏത്? ഭാരതപ്പുഴ എന്ന് പറയുന്നത്. എത്രയാണ് നീളം? എത്രയാണ്? 209 അല്ലെ? 209 കിലോമീറ്റർ ആണ്. പെരിയാർ ആണെങ്കിൽ എത്രയായിരുന്നു? 244 കിലോമീറ്റർ ആണ് അല്ലെ അതിന്റെ നീളം എന്ന് പറയുന്നത്. ഭാരതപ്പുഴയാണെങ്കിൽ 209. ഇനി എവിടെ നിന്നാണ് നമ്മുടെ ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത്? എവിടുന്നാണ്? ആനമലയിൽ നിന്നാണ് അല്ലെ? ആനമലയിൽ നിന്നാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത്. പെരിയാർ ആണെങ്കിൽ എവിടെ നിന്നായിരുന്നു? ശിവഗിരി മലയിൽ നിന്നാണ് പെരിയാർ ഉത്ഭവിക്കുന്നത്. ഭാരതപ്പുഴയാണെങ്കിൽ ആനമലയിൽ നിന്നാണ്. എവിടെ പോയിട്ട് പതിക്കുന്നു? അറബിക്കടലിൽ പോയിട്ടാണ് പതിക്കുന്നത് അല്ലെ? ഭാരതപ്പുഴയും എവിടെ പോയിട്ടാണ് പതിക്കുന്നത്? അറബിക്കടലിലാണ്. ഇനി കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയാണ് ഏത്? ഭാരതപ്പുഴ എന്ന് പറയുന്നത്. കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്നു. എന്നാൽ പൂർണ ചൂർണി എന്നറിയപ്പെടുന്നത് ഏതാണ്? പൂർണ ചൂർണി പെരിയാറാണ് അല്ലെ? പെരിയാറാണ്. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പെരിയാറാണ്. എന്നാൽ കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്നത് അത് ഏതാണ്? അത് ഭാരതപ്പുഴയാണ്. ഇനി ഇതിനെ നമ്മളെ ഭാരതപ്പുഴയെ വിളിക്കുന്ന കുറച്ച് പേരുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിള എന്നറിയപ്പെടുന്നത് ഏതാ? ഭാരതപ്പുഴയാണ്. പേരാർ, പൊന്നാനിപ്പുഴ ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ഭാരതപ്പുഴയാണ്. അപ്പൊ നിള എന്നറിയപ്പെട്ടാലും അതുപോലെ തന്നെ പേരാർ എന്ന് പറഞ്ഞാലും
പൊന്നാനിപ്പുഴ എന്ന് പറഞ്ഞാൽ ഒക്കെ ആര് തന്നെയാണ്? ഭാരതപ്പുഴ തന്നെയാണ്. ഓക്കെ, പൂർണ്ണ ചൂർണി ആണെങ്കിൽ പെരിയാറ്, നിളയാണെങ്കിൽ ഭാരതപ്പുഴ, പൊന്നാനിപ്പുഴ എന്ന് പറഞ്ഞാലും ഭാരതപ്പുഴ, പേരാർ എന്ന് പറഞ്ഞാലും ഏത് തന്നെയാണ്? ഭാരതപ്പുഴ തന്നെയാണ്. ഇനി നമ്മുടെ പ്രസിദ്ധമായിട്ടുള്ള മാമാങ്ക ആഘോഷമൊക്കെ നടക്കുന്നത് എന്തിന്റെ തീരത്താണ്? ഈ പറഞ്ഞ ഭാരതപ്പുഴയുടെ തീരത്താണ്. ഓക്കെ, ഇനി ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകള് ഏതൊക്കെ ജില്ലകളാണ്? നമ്മൾ പറഞ്ഞു പെരിയാർ ആണെങ്കിൽ എവിടേക്കാണ്? ഇടുക്കിയുണ്ട്, അതുപോലെ തന്നെ എറണാകുളം ഉണ്ട്. എന്നാൽ ഭാരതപ്പുഴയാണെങ്കിൽ പാലക്കാട്, തൃശ്ശൂര്, മലപ്പുറം. ഓക്കെ, പാലക്കാട്, തൃശ്ശൂര്, മലപ്പുറം ഈ ജില്ലകളിലൂടെ ആയിട്ടാണ് നമ്മുടെ ഭാരതപ്പുഴ ഒഴുകുന്നത്. ഏതൊക്കെയാണ്? പാലക്കാട് ഉണ്ട്, തൃശ്ശൂർ ഉണ്ട്, മലപ്പുറം അല്ലെ, പാലക്കാടും തൃശ്ശൂര്, മലപ്പുറം ഈ ജില്ലകളിലൂടെയാണ് ആര് പോകുന്നത്? ഭാരതപ്പുഴ പോകുന്നത്. ഇനി നമുക്ക് പഠിക്കേണ്ടത് എന്താണ്? ഭാരതപ്പുഴയുടെ പോഷക നദികളെ കുറിച്ചിട്ടാണ്. അപ്പൊ ഏതൊക്കെയാണ് ഭാരതപ്പുഴയുടെ പോഷക നദികൾ എന്ന് നോക്കാം. അതിലൊന്നാമത്തേതാണ് കണ്ണാടിപ്പുഴ, അതുപോലെ തന്നെ തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ. ഈ പറഞ്ഞ 4 ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഭാരതപ്പുഴയുടെ പോഷക നദികൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, അതുപോലെ തന്നെ കൽപ്പാത്തിപ്പുഴ. ഇത്രയും എന്താണ്? ഭാരതപ്പുഴയുടെ പോഷക നദികളാണ്. നമുക്ക് എങ്ങനെ അത് ഓർത്തു വെക്കാം? ഇങ്ങനെ ഓർത്ത് വെക്കാം. ഒന്ന് ഓർത്ത് വെക്കേ. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇതൊക്കെ കണക്ട് ചെയ്ത് തന്നെ ഒരു കഥ കിട്ടും അല്ലെ? അതായത് കണ്ണാടിയിൽ ഇങ്ങനെ നോക്കിയിട്ട് തൂക്കുകയായിരുന്ന ഗായത്രി എന്ത് ചെയ്തു? കാൽ തെറ്റിയിട്ട് എവിടെ പോയിട്ടാ വീണത്? ഭാരതപ്പുഴയിൽ പോയിട്ടാണ് വീണത്. അങ്ങനെ ഒന്ന് ആലോചിച്ച് വെച്ചേ. കണ്ണാടി നോക്കിയിട്ട് തൂക്ക് അല്ലെ? തൂക്കാന്ന് പറഞ്ഞാൽ എന്താ? അടിച്ചു വരിക. അപ്പൊ തൂക്കുകയായിരുന്ന ഗായത്രി എന്ത് ചെയ്തു? കാല് തെറ്റിയിട്ട് എങ്ങോട്ട് പോയി വീണു? ഭാരതപ്പുഴയിൽ പോയിട്ടാണ് വീണത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഈ നദികളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും അല്ലെ? കണ്ണാടിപ്പുഴ, കണ്ണാടി നോക്കുക എന്ന് പറയുമ്പോൾ കണ്ണാടിപ്പുഴ, തൂക്കുക തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കാല് തെറ്റി വീഴുക കൽപ്പാത്തിപ്പുഴ. എങ്ങോട്ടാ വീണത്? ഭാരതപ്പുഴയിലേക്ക്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഭാരതപ്പുഴയുടെ പോഷക നദികൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ. ഒക്കെ പഠിച്ചല്ലോ, ഇപ്പൊ തന്നെ പഠിച്ചല്ലോ. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങള് ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ്? ഒന്നും കൂടി റിവൈസ് ചെയ്തേ. ഒക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം കേട്ടോ. ഭാരതപ്പുഴ എന്ന് പറയുമ്പോൾ എത്രയാണ് നീളം? 209 കിലോമീറ്റർ. 209 എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? എവിടെ നിന്നാണ്? ആനമല അല്ലെ? ആനമലയിൽ നിന്നാണ്. പതിക്കുന്നതാണെങ്കിൽ അറബിക്കടലാണ്. കേരളത്തിന്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ നദിയാണ് ഭാരതപ്പുഴ എന്ന് പറയുന്നത്. കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഇതിനെ വിളിക്കുന്ന മറ്റു 2 പേരുകൾ എന്തൊക്കെയാണ്? നിള ഉണ്ട്, അതുപോലെ തന്നെ പേരാറ്, അതുപോലെ തന്നെയാണ് പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? ഭാരതപ്പുഴ തന്നെയാണ്. ഇനി പ്രസിദ്ധമായിട്ടുള്ള മാമാങ്കമൊക്കെ നടക്കുന്നത് ഏതിന്റെ തീരത്താണ്? ഭാരതപ്പുഴയുടെ തീരത്താണ്. ഇനി ഏതൊക്കെ ജില്ലകളിലൂടെയാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്? ഏതൊക്കെയാണ്? പാലക്കാട് ഉണ്ട്, പിന്നെ ഏതാണ് അതിന്റെ അടുത്ത് വരുന്നത്? മലപ്പുറം അല്ലെ? മലപ്പുറം. പിന്നെ ഏതാ വരുന്നത് അതിന്റെ അടുത്ത്? തൃശ്ശൂർ അല്ലെ? അപ്പൊ ഇത്രയും പറഞ്ഞ ജില്ലകളിലൂടെയാണ് ഭാരതപ്പുഴ പോകുന്നത്. പിന്നെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയായിരുന്നു? ഏതൊക്കെയാണ്? കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ. ഇത്രയാണ് നമ്മുടെ ഭാരതപ്പുഴയുടെ പോഷക നദികൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് പഠിക്കേണ്ട നദിയാണ് 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന പമ്പയെ കുറിച്ചിട്ടാണ്. അപ്പൊ പമ്പയുടെ നീളം എല്ലാവർക്കും അറിയും അല്ലെ? എത്രയായിരുന്നു? 176 കിലോമീറ്റർ. 176 കിലോമീറ്റർ. ബാക്കിയുള്ളവരൊക്കെ മനസ്സിലുണ്ടാവണേ. പെരിയാറാണെങ്കിൽ എത്രയായിരുന്നു? ഒന്ന് ഓർത്തെടുത്തേ. പെരിയാറ് 244 കിലോമീറ്റർ ആണ് അല്ലെ? 244. അതിന് 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഭാരതപ്പുഴയാണെങ്കിൽ 209 കിലോമീറ്റർ. 209. പിന്നെ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന പമ്പയാണെങ്കിൽ എത്രയായി? 176 കിലോമീറ്റർ ആണ്. ഓക്കെ, ഇനി നമ്മുടെ പമ്പ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? പമ്പ ഉത്ഭവിക്കുന്നത്? പുളിച്ചി മലയിൽ നിന്നാണ് കേട്ടോ. ഇത് മലയിൽ നിന്ന് തന്നെയാണ്. നമുക്കറിയാം എല്ലാ നദികളും എവിടെ നിന്നാണ്? മലയിൽ നിന്നാണ് ഉത്ഭവിക്കുക. അപ്പൊ ഈ പറഞ്ഞ പമ്പയും ഉത്ഭവിക്കുന്നത് ഏത് മലയിൽ നിന്നാണ്? പുളിച്ചി മലയിൽ നിന്നാണ് അല്ലെ? നമുക്ക് ഓർത്തു വെക്കാൻ എളുപ്പമാണ്. പമ്പ പുളിച്ചി മല. ഇനി എവിടെയാ പോയി പതിക്കുന്നത്? എവിടെയാണ്? വേമ്പനാട്ട് കായലിലാണ് ആര് പോയി പതിക്കുന്നത്? പമ്പ പോയിട്ട് പതിക്കുന്നത്. ഓക്കെ, അപ്പൊ പമ്പാ നദി പോയി പതിക്കുന്നത് എവിടെയാണ്? വേമ്പനാട്ട് കായലിലാണ്. എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ഏത് മലയിൽ നിന്നാണ്? പുളിച്ചിമല. പമ്പ പുളിച്ചിമല. പതിക്കുന്നത് വേമ്പനാട്ട് കായല്. ഇനി ഈ പമ്പയെ വിളിക്കുന്ന 1-2 പേരുകളുണ്ട്. ഏറ്റവും കൂടുതൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ബാരിസ്. എപ്പോഴും ചോദിക്കുന്നതാണ്. ബാരിസ് എന്നറിയപ്പെടുന്നത് ഏത് നദിയാന്ന് ചോദിക്കും. ബാരിസ് പമ്പ. ഓർത്തു വെക്കണം. അതുപോലെ തന്നെയാണ് ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നത് ഏത് നദിയാണ്? അതും പമ്പയാണ്. അപ്പൊ ബാരിസ് പമ്പ. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നത് ഏത് തന്നെയാണ്? പമ്പ തന്നെയാണ്. നിള, പേരാർ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതായിരുന്നു? അത് ഭാരതപ്പുഴ. എന്നാല് വേറെ ഒന്നും കൂടി ഉണ്ടല്ലോ, പൂർണ്ണ ചൂർണി. ഓക്കെ, പൂർണ്ണ ചൂർണി എന്നറിയപ്പെടുന്നതൊക്കെ ഏതാണ്?
പൂർണ്ണ ചൂർണി എന്നറിയപ്പെടുന്നത്? അത് പെരിയാറാണ് അല്ലെ. അപ്പൊ പേരാർ എന്നറിയപ്പെടുന്നതാണെങ്കിൽ അത് ഭാരതപ്പുഴയാണ്. നിളയാണെങ്കിൽ ഭാരതപ്പുഴയാണ്. അതുപോലെ തന്നെ ബാരിസ് ആണെങ്കിൽ അത് ഏതാണ്? പമ്പയാണ്. ബാരിസ് എന്നറിയപ്പെടുന്നത് പമ്പയാണ്. ഇനി തിരുവിതാംകൂറിലെ ജീവനാഡി എന്നറിയപ്പെടുന്നത് ചോദിച്ചാൽ അതേതാണ്? അത് പമ്പയാണ് കേട്ടോ. തിരുവിതാംകൂറിലെ ജീവനാഡി. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നതാണെങ്കിലോ അത് പെരിയാറാണ് അല്ലെ. എന്നാൽ തിരുവിതാംകൂറിലെ ജീവനാഡി എന്നറിയപ്പെടുന്നതാണ് ഏത്? പമ്പാ നദി. മാറിപ്പോകരുത്. കേരളത്തിന്റെ ജീവരേഖയാണെങ്കിൽ അത് പെരിയാറ്. തിരുവിതാംകൂറിലെ ജീവനാഡി എന്നറിയപ്പെടുന്നത് ഏത് നദിയാണ്? അത് പമ്പാ നദിയാണ്. ഇനി മാരമൺ കൺവെൻഷൻ നടക്കുന്ന നദീതീരം അതേതാണ്? അത് നമ്മുടെ പമ്പാ തീരത്താണ് അല്ലെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ മാരമൺ കൺവെൻഷൻ നടക്കുന്ന നദീതീരമാണ് ഏതെന്ന് പറയുന്നത്? പമ്പാ തീരം എന്ന് പറയുന്നത്. ഇനി പമ്പ ഏതൊക്കെ ജില്ലകളിലൂടെയാണ് ഒഴുകുന്നത്? ഏതൊക്കെ ജില്ലകളിലൂടെയാണ്? പത്തനംതിട്ട അല്ലെ, നമുക്ക് അറിയുന്നതാണ്. പത്തനംതിട്ട ശബരിമലയായിട്ട് കണക്ട് ചെയ്ത് വെച്ച് ഓർക്കാം അല്ലെ. അപ്പൊ പത്തനംതിട്ടയിലാണ് പമ്പ ഒഴുകുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഇടുക്കിയും ഉണ്ട്, ആലപ്പുഴയും ഉണ്ട്. ഇടുക്കിയിലൂടെയും ആലപ്പുഴയിലൂടെ ഒക്കെ ആര് പോകുന്നുണ്ട്? നമ്മുടെ പമ്പാ നദി പോകുന്നുണ്ട്. അപ്പൊ പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ ഇത്രയും ജില്ലകളിലൂടെ ആര് പോകുന്നുണ്ട്? പമ്പാ നദി പോകുന്നുണ്ട്. ഇനി നമ്മുടെ പമ്പാ നദിയുടെ പോഷക നദികള് ഏതൊക്കെയാണ്? പമ്പയുടെ പോഷക നദികള് മണിമലയാറ്, അച്ചൻ കോവിലാറ്, കക്കിയാറ്, കല്ലാറ്, അഴുതയാറ്. ഇത്രയുമാണ് ആരുടെ പോഷക നദികൾ എന്ന് പറയുന്നത്? പമ്പയുടെ പോഷക നദികൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ലാസ്റ്റ് ആറാറെന്ന് കേൾക്കുമ്പോൾ പെരിയാറിലോട്ട് പോകരുത് ട്ടാ. അതിനാണ് ഞാൻ പെരിയാറിന് വേറെ കോഡായിട്ട് തന്നെ തന്നത്. ഇവിടെ ഓർത്ത് വെക്കണം. ഇതൊക്കെ എന്തിന്റെയാണ്? പമ്പയുടെ പോഷക നദികളാണ്. മണിമലയാറ് ഇവിടെ നമ്മൾ മണികണ്ഠനായിട്ട് കണക്ട് ചെയ്ത് ശബരിമല എന്നൊക്കെ ആലോചിച്ചിട്ട് പമ്പയാണ് നമുക്ക് കിട്ടും അല്ലെ. മണിമലയാറ്. അതുപോലെ തന്നെ അച്ചൻ കോവിലാറ് എന്ന് പറയുന്നതും പമ്പയുടെ പോഷക നദിയാണ്. പിന്നെ കക്കി, കല്ലാറ്, അഴുതയാറ്. കക്കിയാറ്, കല്ലാറ്, അഴുതയാറ് ഇതും ആരുടേതാണ്? പമ്പയുടെ പോഷക നദികളാണ്. ഏതൊക്കെയാണ്? ഒന്നുകൂടി പറഞ്ഞേ. മണിമലയാറ് വരുന്നുണ്ട്. അച്ചൻ കോവിലാറ്, പിന്നെ ഏതാണ്? കക്കിയാറ്, കല്ലാറ്, അഴുതയാറ്. ഇതൊക്കെ ആരുടേതാണ്? പമ്പയുടെ പോഷക നദികളാണ്. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ പമ്പയുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കണം. ഒന്നും കൂടി പറഞ്ഞുതരാം, ഒന്നും കൂടി റിവൈസ് ചെയ്തെടുക്കാം. പമ്പ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? അതിനു മുന്നേ പമ്പയുടെ നീളം എത്രയാണ്? 176 കിലോമീറ്റർ ആണ് അല്ലെ. 176 കിലോമീറ്റർ ആണ്. ഉത്ഭവിക്കുന്നതാണെങ്കിൽ എവിടെ നിന്നാണ്? പുളിച്ചിമലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. എവിടെ പോയിട്ടാണ് പതിക്കുന്നത്? വേമ്പനാട്ട് കായൽ അല്ലെ. വേമ്പനാട്ട് കായലിൽ പോയി പതിക്കുന്നു. ഇനി ദക്ഷിണ ഭഗീരഥി, ബാരിസ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ഏത് നദിയാണ്? പമ്പാ നദിയാണ് അല്ലെ. അതുപോലെ തന്നെ തിരുവിതാംകൂറിലെ ജീവനാഡി, കേരളത്തിന്റെ ജീവരേഖയാണെങ്കിൽ അത് പെരിയാറ്. എന്നാൽ തിരുവിതാംകൂറിലെ ജീവനാഡി എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് പമ്പയാണ്. മാരമൺ കൺവെൻഷൻ നടക്കുന്നത് അതെവിടെയാണ്? അത് പമ്പയുടെ തീരത്താണ് അല്ലെ. പിന്നെ ഏതിലൂടെയൊക്കെയാണ് പമ്പ പോകുന്നത്? ഒന്ന് പത്തനംതിട്ടയുണ്ട്, പിന്നെ ഇടുക്കി, ആലപ്പുഴ ഇത്രയും ജില്ലകളിലൂടെയാണ് പമ്പ കടന്നു പോകുന്നത്. ഇനി പമ്പയുടെ പോഷക നദികൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാ വരുന്നത്? ഏതൊക്കെയുണ്ട്? മണിമലയാറ് വരുന്നുണ്ട് അല്ലെ. മണിമലയാറ് വരുന്നുണ്ട്. അച്ചൻ കോവിലാറ്, കല്ലാറ്, അഴുതയാറ്, പിന്നെ ആരാ? ഒരാളും കൂടി ഉണ്ടല്ലോ, കക്കിയാറ്. ഇത്രയാണ് നമ്മുടെ പമ്പയുടെ പോഷക നദികൾ എന്ന് പറയുന്നത്. മാറിപ്പോവില്ലല്ലോ. ഇനി നമുക്ക് അടുത്ത 4ാം സ്ഥാനത്ത് നിൽക്കുന്ന ചാലിയാറിനെ കുറിച്ചിട്ട് പറയാം. അപ്പൊ ചാലിയാറ് എത്ര കിലോമീറ്റർ ആണ്? ചാലിയാറ് 169 കിലോമീറ്റർ അല്ലെ. പെരിയാറ് 244. പിന്നെ ആരായിരുന്നു? ഭാരതപ്പുഴ 209. പമ്പ 176. ചാലക്കുടിയല്ല, ചാലിയാറ് 169 കിലോമീറ്റർ. ഓക്കെ, അപ്പൊ ചാലിയാറിന്റെ നീളം നമ്മൾ പഠിച്ചു 169 കിലോമീറ്റർ. ഇനി എവിടെ നിന്നാണ് ചാലിയാർ ഉത്ഭവിക്കുന്നത്? എവിടെ നിന്നാണ്? ഇളമ്പലേരി കുന്നുകളിൽ നിന്നാണ് അല്ലെ. ഇളമ്പലേരി കുന്നുകളിൽ നിന്നാണ് നമ്മുടെ ചാലിയാർ പുഴ ഉത്ഭവിക്കുന്നത്. എവിടെ പോയിട്ടാണ് അത് പതിക്കുന്നത്? അറബിക്കടലിൽ പോയി പതിക്കുന്ന നദിയാണ് ഏതെന്നും പറയുന്നത്? ചാലിയാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ഇളമ്പലേരി കുന്ന്. ചാലിയാർ ഇളമ്പലേരി കുന്ന്. പമ്പയാണെങ്കിലോ പൂച്ചിമല അല്ലെ. പുളിച്ചിമല. ഓക്കെ, അപ്പൊ പമ്പ ഉത്ഭവിക്കുന്നത് പുളിച്ചിമലയാണെങ്കിൽ ചാലിയാർ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഇളമ്പലേരി കുന്നുകളിൽ നിന്നാണ്. പതിക്കുന്നത് അറബിക്കടലിലാണ്. ഇനി ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്ന നദി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ഏതാണ് ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്നത്? അല്ലെ, നമ്മളിപ്പോ പറഞ്ഞു ചാലിയാറാണ് ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്നത്. ഇനി ഏതിലൂടെയൊക്കെയാണ് നമ്മുടെ ചാലിയാർ ഒഴുകുന്നത്? ഏതൊക്കെ ജില്ലകളിലൂടെയാണ്? വയനാട് നിന്ന് ഇങ്ങോട്ടേക്ക് നോക്കാം. വയനാട്, അത് കഴിഞ്ഞിട്ട് കോഴിക്കോട്, പിന്നെ മലപ്പുറം ഇത്രയും പറഞ്ഞ ജില്ലകളിലൂടെയാണ് നമ്മുടെ ചാലിയാർ ഒഴുകുന്നത്. എവിടുന്നാണ്? മുകളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരിക. വയനാട്, അതിന് താഴെയുള്ള കോഴിക്കോട്, പിന്നെ നമ്മുടെ മലപ്പുറം ഇത്രയും ജില്ലകളിലൂടെയാണ് ആര് പോകുന്നത്? ചാലിയാർ നദി പോകുന്നത്. വയനാട്, കോഴിക്കോട്, മലപ്പുറം ഈ ജില്ലകളിലൂടെയാണ് ആര് പോകുന്നത്? ചാലിയാർ നദി പോകുന്നത്. ഇനി ഇതിന്റെ പോഷക നദികളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇരുവഴിഞ്ഞിപ്പുഴ. ഇരുവഴിഞ്ഞിപ്പുഴ ആരുടേതാണ്? നമ്മുടെ ചാലിയാറിന്റെ പോഷക നദിയാണ്. അതുപോലെ തന്നെയാണ് കരിയമ്പുഴയും ഏതിന്റേതാണ്? ചാലിയാറിന്റെ പോഷക നദിയാണ്.
ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചാലിയാറുമായി ബന്ധപ്പെട്ട് പഠിക്കുക. എത്രയാണ് നീളം? 169 കിലോമീറ്റർ ആണ്. ഉത്ഭവിക്കുന്നത് എവിടെ നിന്നായിരുന്നു? ഇളമ്പലേരി കുന്നുകളിൽ നിന്നാണ്. പതിക്കുന്നത് എവിടേക്കാണ്? അറബിക്കടൽ അല്ലെ, അറബിക്കടലിൽ പോയി പതിക്കുന്നു. ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്നു. പിന്നെ ഏതിലൂടെയൊക്കെയാണ് ഒഴുകുന്നത്? ഏതിലൂടെയൊക്കെയാണ്? വയനാട്, കോഴിക്കോട്, മലപ്പുറം ഇത്രയും ജില്ലകളിലൂടെയാണ് ആര് പോകുന്നത്? ചാലിയാറ് പോകുന്നത്. ഇനി ഒഴുകുന്ന ജില്ലകൾ നമ്മൾ പറഞ്ഞു. പിന്നെ പോഷക നദികളാണ് അല്ലെ, ഇരുവഴിഞ്ഞിപ്പുഴ, അതുപോലെ തന്നെ കരിമ്പുഴ ഒക്കെ ആരുടെ പോഷക നദിയാണ്? ചാലിയാറിന്റെ പോഷക നദിയാണ്. ഇത്രയും ഓക്കെ അല്ലേ? ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ചാലക്കുടി പുഴയാണ്. ചാലക്കുടി പുഴ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ചാലക്കുടി പുഴ ആനമലയിൽ നിന്നാണ് അല്ലെ, ആനമലയിൽ നിന്നാണ് ചാലക്കുടി പുഴ ഉത്ഭവിക്കുന്നത്. നമ്മൾ മുന്നേ ഒരു ആനമല പഠിച്ചിട്ടുണ്ട് അല്ലെ. ആരാണ് ഉത്ഭവിക്കുന്നത്? ഭാരതപ്പുഴയും എവിടെ നിന്നാണ്? ആനമലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതുപോലെ തന്നെ ചാലക്കുടി പുഴയും എവിടെ നിന്നാണ്? ആനമലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. 145 കിലോമീറ്റർ 145 കിലോമീറ്റർ ആണ് ആരുടെ നീളം എന്ന് പറയുന്നത്? ചാലക്കുടി പുഴയുടെ നീളം എന്ന് പറയുന്നത്. അപ്പൊ ചാലക്കുടി പുഴയുടെ നീളം എത്രയാണ്? 145 കിലോമീറ്റർ. ഇനി എവിടെയാണ് പോയി പതിക്കുന്നത്? പെരിയാറിലാണ് അല്ലെ. ആനമലയിൽ നിന്ന് ഉത്ഭവിച്ച പെരിയാറിലോട്ട് പോയിട്ടാണ് ആര് പതിക്കുന്നത്? നമ്മുടെ ചാലക്കുടി പുഴ പതിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദി എന്ന് ചോദിച്ചാൽ അതേതാണ്? നമ്മുടെ ചാലക്കുടി പുഴയാണ് കേട്ടോ. അപ്പൊ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്ത് അങ്ങനെ മത്സ്യസമ്പത്ത് ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ഈ നദിയിലാണ് ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യം ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്ത് ഉണ്ട്. അങ്ങനെ കണക്ട് ചെയ്ത് വെച്ച് ഓർക്കണം. അപ്പൊ ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദിയാണ് ഏതാ? ചാലക്കുടി പുഴ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദിയായിട്ട് ഏതിനെ പരിഗണിക്കുന്നത്? ചാലക്കുടി പുഴയെ പരിഗണിക്കുന്നത്. ഇനി ആതിരപ്പള്ളി, വാഴച്ചാല് തുടങ്ങിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അതും നമ്മൾ ഈ പറഞ്ഞ ചാലക്കുടി പുഴയിലാണ്. ആതിരപ്പള്ളി, വാഴച്ചാല് ഇതൊക്കെ എവിടെയാണ്? തൃശ്ശൂരാണല്ലോ. അപ്പൊ ഈ ആതിരപ്പള്ളി, വാഴച്ചാൽ വെള്ളച്ചാട്ടമൊക്കെ ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ചാലക്കുടി പുഴയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാ? ചാലക്കുടി പുഴയുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. ഉത്ഭവിക്കുന്നത് എവിടെയാണ്? ആനമല. പതിക്കുന്നത് അറബിക്കടൽ. ഓക്കെ, പതിക്കുന്നത് അറബിക്കടൽ എന്ന് പറയുമ്പോൾ പെരിയാറാണ്. പിന്നീട് അത് എങ്ങോട്ട് പോകുന്നുണ്ട്? അറബിക്കടലിൽ പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള നദിയാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദിയാണ്. ആതിരപ്പള്ളിയും വാഴച്ചാലൊക്കെ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉള്ള നദിയും ഏത് തന്നെയാണ്? ചാലക്കുടി പുഴയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെക്കാം. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇത്രയും പറഞ്ഞ നദികൾ ഉണ്ടല്ലോ, ഇത്രയും നദികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ഓർഡറിൽ മനസ്സിലേക്ക് സൂക്ഷിച്ചു വെച്ചേക്കുക. ഇനി ഞാൻ പറയുന്ന ഓരോ ക്വസ്റ്റ്യൻസും ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ അത് എന്ത് ചെയ്യുക? മനസ്സിൽ അത് കൊണ്ടുവരിക. ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. അപ്പൊ എല്ലാവരും കണ്ണടച്ച് ഓരോ കാര്യം പറയുമ്പോഴൊക്കെ അതിന്റെ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, എന്നാ നിങ്ങൾ പറഞ്ഞേ, പൂർണ എന്നറിയപ്പെടുന്ന നദി ഏതാ? പൂർണ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? മനസ്സിലേക്ക് കൊണ്ടുവന്നേ. ഏതാണ്? പൂർണ, ചൂർണി, പെരിയാറാണ് അല്ലെ. പെരിയാറാണ് പൂർണ, ചൂർണി എന്നൊക്കെ പറയുന്നത്. എന്നാൽ ഇടമലയാറ് ഏതിന്റെ പോഷക നദിയാണ്? ഇടമലയാറ് ഏത് നദിയുടെ പോഷക നദിയാണ്? ഇടമലയാറ് ഏതായിരുന്നു? പെരുത്തിഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഏതായിരുന്നു? പെരിയാറാണ് അല്ലെ. പെരിയാറിന്റേതാണ് ഇടമലയാർ എന്ന് പറയുന്നത്. എന്നാൽ കൽപ്പാത്തിപ്പുഴയാണെങ്കിലോ? കാല് തടഞ്ഞിട്ട് എങ്ങോട്ടോ വീണല്ലോ, ഭാരതപ്പുഴയിലായിട്ട് വീണത് അല്ലെ. അതായത് ഭാരതപ്പുഴയുടേതാണ് കൽപ്പാത്തിപ്പുഴ എന്ന് പറയുന്നത്. പേരാർ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? പേരാർ എന്നറിയപ്പെടുന്നത് ഏതാ? ഏത് നദിയായിരുന്നു? ഭാരതപ്പുഴയാണ് അല്ലെ. ഭാരതപ്പുഴയാണ് പേരാർ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ബാരിസ് എന്നറിയപ്പെടുന്നതാണെങ്കിലോ? ബാരിസ് പമ്പയാണ് അല്ലെ. ബാരിസ് എന്നറിയപ്പെടുന്നത് പമ്പയാണ്. ഇനി ഇളമ്പലേരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു നദി ഉണ്ടല്ലോ, ഏതാണ് ആ നദി? ഇളമ്പലേരി കുന്നുകളിൽ നിന്ന് ചാലിയാർ അല്ലെ. ചാലിയാറാണ് ഇളമ്പലേരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നത്. ഇരുവഴിഞ്ഞിപ്പുഴയൊക്കെ ആരുടേതാണ്? ചാലിയാറിന്റെ പോഷക നദിയാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദിയാണ് ഇത്. ഏതായിരുന്നു? ചാലക്കുടി പുഴ അല്ലെ. ചാലക്കുടി പുഴയുടെ നീളം എത്രയാണ്? 145 കിലോമീറ്റർ ആണ്. അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ അല്ലേ? ഇനി നമുക്ക് കിഴക്കോട്ടേക്ക് ഒഴുകുന്ന ആ 3 നദികളെയും കൂടി എന്ത് ചെയ്യാം? ഒന്ന് പഠിച്ചെടുക്കാം. അതിൽ ആദ്യത്തെ ആളാണ് ആര്? കബനി എന്ന് പറയുന്നത്. കബനിയുടെ പ്രത്യേകത എന്താണ്? കിഴക്കോട്ടേക്ക് ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് ഏതെന്ന് പറയുന്നത്? കബനി എന്ന് പറയുന്നത്. അപ്പൊ കിഴക്കോട്ടേക്ക് ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാറാണ്. അതിൽ തന്നെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഏതെന്ന് പറയുന്നത്? കബനി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് കിഴക്കോട്ടേക്ക് ഒഴുകുന്നതിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഏത്? കബനി. ഇനി എവിടെ നിന്നാണ് കബനി ഉത്ഭവിക്കുന്നത്? അത് തൊണ്ടാർമുടിയിൽ നിന്നാണ് കേട്ടോ. അപ്പൊ തൊണ്ടാർമുടിയിൽ നിന്നാണ് ആര് ഉത്ഭവിക്കുന്നത്? കബനി നദി ഉത്ഭവിക്കുന്നത്. എവിടെ പോയിട്ടാണ് പതിക്കുന്നത്? അത് നമ്മുടെ കാവേരിയാണ്. കർണാടകയിലെ കാവേരിയിലാണ് ആര് പോയി പതിക്കുന്നത്? കബനി പോയിട്ട് പതിക്കുന്നത് കേട്ടോ.
മാറിപ്പോകരുത്. കർണാടകയിലെ കാവേരിയിലാണ് ആര് പതിക്കുന്നത്? കബനി പതിക്കുന്നത്. കബനി കാവേരിയിൽ പോയിട്ട് പതിക്കുന്നു. ഉത്ഭവിക്കുന്നതാണെങ്കിലോ തൊണ്ടാർമുടിയിൽ നിന്ന് ഉത്ഭവിച്ച കാവേരിയിൽ പോയിട്ട് പതിക്കുന്ന ഒരു നദിയാണ് ഏത്? നമ്മുടെ കബനി എന്ന് പറയുന്നത്. ഇനി കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന ഏക നദിയും കൂടിയാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ കബനി എന്ന് പറയുന്നത്. അതായത് കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് അത് എങ്ങോട്ടേക്കാണ് പോകുന്നത്? കർണാടകയിലോട്ടാണ് പോകുന്നത് അല്ലെ? കർണാടകയിലുള്ള കാവേരിയിലാണ് പോയിട്ട് പതിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച കർണാടകത്തിലേക്ക് ഒഴുകി പോകുന്ന നദിയാണ് ഏതെന്ന് പറയുന്നത്? കബനി. ഓർത്തു വെക്കാലോ. അതുപോലെ തന്നെ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് കുറുവാദ്വീപ് ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ ഏതാണ് നദി? കബനി നദിയാണ്. കുറുവാദ്വീപ് കബനി നദി. കുറുവാദ്വീപ് എവിടെയാണ്? കബനി നദിയിലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കബനി നദിയുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കാലോ. എന്തൊക്കെയാ പറഞ്ഞത്? കേരളത്തില് കിഴക്കോട്ടൊഴുകുന്ന ഒരു നദിയാണ് കബനി. അതുപോലെ തന്നെ കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്നതിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് കബനി എന്ന് പറയുന്നത്. എവിടുന്നാണ് ഉത്ഭവിക്കുന്നത്? തൊണ്ടാർമുടിയിൽ നിന്ന് ഉത്ഭവിച്ച് എങ്ങോട്ടേക്ക് പോകുന്നു? നമ്മുടെ കർണാടകയിലെ കാവേരിയിലോട്ടേക്ക് പോകുന്നു. അതുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന ഏക നദിയായിട്ട് ആരെ പറയുന്നത്? കബനിയെ പറയുന്നത്. അതുപോലെ കുറുവാദ്വീപ് ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ അത് ഏതാ നദി? അത് കബനി നദിയാണ്. ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് ഭവാനിയെ കുറിച്ചിട്ടാണ്. ഭവാനി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? നമ്മുടെ നീലഗിരിയിൽ നിന്നാണ് ആര് ഉത്ഭവിക്കുന്നത്? ഭവാനി ഉത്ഭവിക്കുന്നത്. പതിക്കുന്നത് വീണ്ടും കാവേരിയിൽ തന്നെയാണ്. പതിക്കുന്നത് കാവേരിയാണ്. കാവേരി എന്ന് പറയുമ്പം തമിഴ്നാട്ടിലാണ് കേട്ടോ. നമ്മൾ കബനി പഠിച്ച സമയത്ത് കർണാടകയിലെ കാവേരിയിലാണ് പതിച്ചത് അല്ലെ? അതേപോലെ തന്നെ തമിഴ്നാട്ടിലും എന്ത് വരുന്നുണ്ട്? നമ്മുടെ കാവേരി വരുന്നുണ്ട്. അപ്പൊ ഈ ഭവാനി എവിടെയാണ് പോയി പതിക്കുന്നത്? കാവേരിയിലെ തമിഴ്നാട്ടിലുള്ള കാവേരിയിലാണ് പോയി പതിക്കുന്നത്. ഓക്കെ. അപ്പൊ ഭവാനി എവിടുന്നാ ഉത്ഭവിക്കുന്നത്? നീലഗിരിയിൽ നിന്നും. പതിക്കുന്നത് എവിടെയാണ്? കാവേരി. കാവേരി എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിലെ കാവേരിയിലാണ് പോയിട്ട് പതിക്കുന്നത്. ഇനി പോഷക നദികൾ ഏതൊക്കെയാണ്? ഇത് ചോദിക്കാറുണ്ട്. നമ്മുടെ ഭവാനിയുടെ പോഷക നദികള് ശിരുവാണി, വരയാറ്, ഇതൊക്കെ ഏതാണ്? ഭവാനിയുടെ പോഷക നദിയാണ്. അതിൽ തന്നെ ശിരുവാണിയുടെ പ്രത്യേകത എന്താണ്? അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ് ഏത്? ശിരുവാണി എന്ന് പറയുന്നത്. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന ഭവാനിയുടെ പോഷക നദി ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ശിരുവാണി. അപ്പൊ ശിരുവാണി, വരയാറ് എന്തിന്റെ പോഷക നദിയാണ്? എന്തിന്റെയാണ്? ഭവാനിയുടെ പോഷക നദിയാണ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഭവാനിയെ കുറിച്ച് പഠിച്ചത്? ഭവാനി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ഏത് മലയാണ്? നീലഗിരിയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. എങ്ങോട്ടേക്കാണ് പോയി പതിക്കുന്നത്? കാവേരിയിൽ പതിക്കുന്നു അല്ലെ? കാവേരി എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിലെ കാവേരിയിലാണ് പോയി പതിക്കുന്നത്. എന്നാൽ കർണാടകയിലെ കാവേരിയിലോട്ട് പോകുന്ന ഒരാളുണ്ട് അല്ലെ? അതാരായിരുന്നു? അത് കബനി നദിയാണ്. എന്നാൽ ഇയാൾ എങ്ങോട്ടാ പോകുന്നത്? കാവേരിയിൽ തന്നെയാണ്, പക്ഷെ അത് തമിഴ്നാട്ടിലുള്ള കാവേരിയിലാണ് പോയിട്ട് പതിക്കുന്നത്. അതുപോലെ തന്നെ പോഷക നദികൾ ഏതൊക്കെയാണ്? നമ്മുടെ ഭവാനിയുടെ ശിരുവാണിയും വരയാറും. അതിൽ തന്നെ ശിരുവാണിയുടെ പ്രത്യേകത എന്താണ്? അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ് ഏത്? ശിരുവാണി എന്ന് പറയുന്നത്. ഇത്രയും കാര്യം ക്ലിയർ അല്ലേ? ദെൻ ലാസ്റ്റ് വൺ പാമ്പാർ ആണ്. പാമ്പാർ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? പാമ്പാർ നമുക്കറിയാം കിഴക്കോട്ട് ഒഴുകുന്ന മൂന്നാമത്തെ ഒരു നദിയാണ് പാമ്പാർ എന്ന് പറയുന്നത്. പാമ്പാർ ഉത്ഭവിക്കുന്നത് ബെൻമൂറിൽ നിന്നാണ് ആര് ഉത്ഭവിക്കുന്നത്? പാമ്പാർ ഉത്ഭവിക്കുന്നത്. പോയി പതിക്കുന്നതും സെയിം നമ്മുടെ ഭവാനി പോയ അതേ റൂട്ടിൽ തന്നെയാണ് ആരും പോകുന്നത്? പാമ്പാറും പോകുന്നത്. അതായത് നമ്മുടെ തമിഴ്നാട്ടിലെ കാവേരിയിലാണ് ആരും പോയി പതിക്കുന്നത്? പാമ്പാറും പോയി പതിക്കുന്നത്. ഓക്കെ. അപ്പൊ പാമ്പാറ് എവിടെയാണ് പതിക്കുന്നത്? കാവേരിയാണ്, തമിഴ്നാട്ടിലെ കാവേരി. ഇനി കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും ചെറിയ നദിയാണ് ഏതെന്ന് പറയുന്നത്? പാമ്പാർ എന്ന് പറയുന്നത്. അപ്പൊ കിഴക്കോട്ടൊഴുകുന്നതിലെ ഏറ്റവും വലിയ നദി കബനിയാണെങ്കിൽ ഏറ്റവും ചെറിയ നദി ഏതാണ്? പാമ്പാർ. അപ്പൊ കബനി, ഭവാനി, പാമ്പാർ. ഏറ്റവും നീളം കൂടിയത് അതില് കബനിയും, ഏറ്റവും ചെറുതാണെങ്കിൽ പാമ്പാറുമാണ്. മാറിപ്പോകില്ലല്ലോ. അപ്പൊ കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും ചെറിയ നദിയാണ് ഏത്? പാമ്പാർ എന്ന് പറയുന്നത്. ഇനി പാമ്പാറിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഏത്? തലയാറ്. ഓക്കെ. തലയാറ് എന്നറിയപ്പെടുന്നത് ഏതാണ്? പാമ്പാറാണ്. പാമ്പിന്റെ തല എന്നൊക്കെ ആലോചിച്ചൂടെ? അപ്പൊ പാമ്പാറിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? തലയാറ് എന്നറിയപ്പെടുന്നത്. ഓക്കെ. ഇനി തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയാണ് ഏത്? പാമ്പാർ എന്ന് പറയുന്നത്. തൂവാനം വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? പാമ്പാറിലാണ്. അതുപോലെ തന്നെ ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി. ഇതൊക്കെ PYQ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യനുകളാണ്. അപ്പൊ ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഏത്? പാമ്പാർ എന്ന് പറയുന്നത്. ചിന്നാറ്, പാമ്പാറ് ഓർത്തു വെക്കണേ. അപ്പൊ ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? അത് പാമ്പാറാണ്. തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയാണെങ്കിലോ അതും പാമ്പാറാണ്. ഇത്രയും കാര്യങ്ങൾ പാമ്പാറുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കാലോ. എവിടുന്നാണ് ഉത്ഭവിക്കുന്നത്? ബെൻമൂറിൽ നിന്ന് ഉത്ഭവിക്കുന്നു. പതിക്കുന്നത് ഭവാനി എവിടെയാ പതിച്ചത്? കാവേരിയാണ് അല്ലെ? തമിഴ്നാട്ട് കാവേരിയിലാണ്. പാമ്പാറാണെങ്കിലോ അതും അതേപോലെ തന്നെയാണ് അല്ലെ? എവിടെയാണ്? കാവേരിയാണ്, തമിഴ്നാട്ടില്. എന്നാൽ കബനി ആണെങ്കിൽ അത് കർണാടകയിലെ കാവേരിയിലാണ് പതിക്കുന്നത്. ഇനി പാമ്പാറെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ടല്ലോ. എന്തായിരുന്നു അത്?
എന്തിന്റെ തലയാണ്? എന്തിന്റെയാണ് അല്ലെ? പാമ്പാറ്, തലയാറ്. ഓക്കെ, അപ്പൊ പാമ്പാറിന്റെ മറ്റൊരു പേരാണ് എന്ത്? തലയാർ എന്ന് പറയുന്നത്. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും ചെറിയ നദിയാണ് പാമ്പാറ്. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏത് ചോദിച്ചാലും അത് ഏത് തന്നെയാണ്? പാമ്പാറാണ്. തൂവാനം വെള്ളച്ചാട്ടം ഏത് നദിയിലാണെന്ന് ചോദിച്ചാലും അതും ഏത് തന്നെയാണ്? പാമ്പാറിലാണ്. ഓക്കെ അല്ലേ? അപ്പൊ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളെ കുറിച്ചിട്ടും കിട്ടിയില്ലേ? ഇനി നമുക്ക് നദികളുമായി ബന്ധപ്പെട്ട് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അതായത് ബാക്കിയുള്ള നദികളെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇങ്ങനെ PYQ ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യാം? ഓരോ കാര്യങ്ങൾ പറയാം. അവിടെ നിന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ് മഞ്ഞ നദി. മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദി ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് കുറ്റ്യാടിപ്പുഴയാണ്. അപ്പൊ കുറ്റ്യാടിപ്പുഴയെ പറ്റി നമുക്ക് അത് എവിടുന്നാ ഉത്ഭവിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിക്കാറില്ല. ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? മഞ്ഞ നദി. മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് കുറ്റ്യാടിപ്പുഴ. അപ്പൊ മഞ്ഞ നദി ഏതാണ്? കുറ്റ്യാടിപ്പുഴ. അതുപോലെ കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി. കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? അത് മയ്യഴിപ്പുഴയാണ്. കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ. ഓക്കെ, കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? മയ്യഴിപ്പുഴയാണ്. എന്നാൽ പയസ്വനി നദി എന്നറിയപ്പെടുന്ന ഒരു പുഴയുണ്ട് അല്ലെ? അതേതാണ്? അത് നമ്മുടെ ചന്ദ്രഗിരി പുഴയാണ്. പയസ്വനി നദി ഏതാണ്? ചന്ദ്രഗിരി പുഴ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? മഞ്ഞ നദിയാണെങ്കിൽ അത് കുറ്റ്യാടിപ്പുഴ. മഞ്ഞ നദി കുറ്റ്യാടിപ്പുഴ. കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ ആണെങ്കിൽ മയ്യഴിപ്പുഴ. പയസ്വനി പുഴ എന്നറിയപ്പെടുന്ന ഏതാണ്? അത് ചന്ദ്രഗിരി പുഴയാണ്. എന്നാല് കേരളത്തിലെ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി ചോദിച്ചാൽ അത് ഏതാണ്? അത് കുന്തിപ്പുഴയാണ്. കേരളത്തിലെ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദിയാണെങ്കിൽ അത് ഏതാണ്? കുന്തിപ്പുഴയാണ്. മലിനീകരണം കൂടിയ നദികളാണെങ്കിൽ ഏതാണ്? ഏതൊക്കെയുണ്ട്? നമ്മുടെ പെരിയാറുണ്ട്, ചാലിയാറുണ്ട്. ആദ്യമൊക്കെ ചാലിയാറാണ് ആൻസർ കൊടുത്തിരുന്നത്. ഇപ്പൊ പെരിയാറും എന്താണ്? മലിനീകരണത്തിൽ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പെരിയാറും ചാലിയാറും ഓർത്തു വെക്കുക. അപ്പൊ കേരളത്തിലെ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി ചോദിച്ചാൽ അത് കുന്തിപ്പുഴയാണ്. എന്നാൽ മലിനീകരണം കൂടുതലുള്ള നദികളാണ് ഏത്? പെരിയാറും അതുപോലെ തന്നെ ചാലിയാറും. അല്ലെ, പെരിയാർ ഏറ്റവും നീളം കൂടിയ നദിയല്ലേ? അതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് മലിനീകരണം ഉണ്ടെന്ന് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ചാലിയാറിലും ഏറ്റവും കൂടുതൽ മലിനീകരണം കാണപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്നത്. നമുക്കറിയാം ഏറ്റവും ചെറിയ നദിയാണ് മഞ്ചേശ്വരം പുഴ അല്ലെ? മഞ്ചേശ്വരം പുഴ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? അത് ബാലേപ്പൂണി കുന്നുകളിൽ നിന്നാണ് കേട്ടോ. നമ്മുടെ കാസർഗോഡുള്ള ബാലേപ്പൂണി കുന്നുകളിൽ നിന്നാണ് ആര് ഉത്ഭവിക്കുന്നത്? നമ്മുടെ മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്നത്. അത് പോയിട്ട് ഉപ്പള കായലിൽ പോയിട്ടാണ് പതിക്കുന്നത്. ഇത് രണ്ടും PYQ ക്വസ്റ്റ്യൻ ആണ്. രണ്ടും ഓർത്ത് വെക്കണം. നമ്മുടെ മഞ്ചേശ്വരം പുഴയുടെ നീളം എത്രയായിരുന്നു? 16 കിലോമീറ്റർ ആണ് അല്ലെ? ഏറ്റവും ചെറിയ നദിയാണ് മഞ്ചേശ്വരം പുഴ എന്ന് പറയുന്നത്. അത് ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ബാലേപ്പൂണി കുന്നുകളിൽ നിന്നും. അത് പോയിട്ട് പതിക്കുന്നത് ഒരു കായലാണ്. അതാണ് ഉപ്പള കായൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അടുത്ത കാര്യം നോക്കാം. കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി. നമ്മൾ പറഞ്ഞു കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്ന് പറയുന്നത് മഞ്ചേശ്വരം പുഴയാണ്. പക്ഷെ അത് എവിടെയാണ് പോയി പതിക്കുന്നത്? ഏത് കായലിലാണ്? ഉപ്പള കായലിലാണ് അല്ലെ? അതായത് ഒരു കായലിലാണ് പോയി പതിക്കുന്നത്. എന്നാൽ കടലിൽ പോയിട്ട് പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ചോദിച്ചാൽ അതേതാണ്? രാമപുരം നദിയാണ് കേട്ടോ. ഒരു പ്രാവശ്യം പരീക്ഷയിൽ ചോദിച്ചതാണ്. കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്ന് ചോദിച്ചാൽ അതേതാണ്? രാമപുരം നദിയാണ്. എന്നാല് ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ചോദിച്ചാൽ അതേതാണ്? അത് അയിരൂർ പുഴയാണ് കേട്ടോ. ഇതും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? അയിരൂർ പുഴ. കടലിൽ പതിക്കുന്ന ഏറ്റവും ചെറിയ നദിയാണെങ്കിൽ അതേതായിരുന്നു? രാമപുരം നദി. എന്നാൽ ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണെങ്കിൽ അതേതാണ്? അയിരൂർ പുഴയാണ്. ഓക്കെ, ഇനി കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നദി ഏതാണ്? അത് നെയ്യാറാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നദിയാണെങ്കിൽ അതേതാണ്? നെയ്യാറാണ്. നെയ്യാറിന്റെ പോഷക നദികൾ ഏതൊക്കെയാണ്? അതും പരീക്ഷയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നെയ്യാറിന്റെ പോഷക നദികൾ ഏതൊക്കെയാണ്? കല്ലാറ് വരുന്നുണ്ട് അല്ലെ? കല്ലാറ് വരുന്നുണ്ട്. കരവലിയാറും ആരുടെ പോഷക നദിയാണ്? നെയ്യാറിന്റെ പോഷക നദിയാണ്. ഏതൊക്കെയാണ്? കല്ലാറ്, നെയ്യാറ്. അതുപോലെ തന്നെ കരവലിയാറും നെയ്യാറിന്റെ പോഷക നദിയാണ്. നെയ്യാറിന്റെ ഏതൊക്കെയാണ്? കല്ലാറും കരവലിയാറും. ഇതൊക്കെ നെയ്യാറിന്റെ പോഷക നദികളാണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു? ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടി ഓർത്തെടുത്തേ. എന്തൊക്കെ പറഞ്ഞു? ആദ്യം നമ്മള് കുന്തിപ്പുഴയുമായി ബന്ധപ്പെട്ട്, കുന്തിപ്പുഴ അല്ല കുറ്റ്യാടിപ്പുഴ അല്ലെ? എന്താ പ്രത്യേകത? മഞ്ഞ നദി എന്നറിയപ്പെടുന്നതാണ് കുറ്റ്യാടിപ്പുഴ. ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഒന്ന് ഓർത്തെടുത്തേ. ഇംഗ്ലീഷ് ചാനല് മയ്യഴിപ്പുഴയാണ് അല്ലെ? മയ്യഴിപ്പുഴയാണ് ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത്. എന്നാൽ പയസ്വിനി നദി എന്നറിയപ്പെടുന്നതാണെങ്കിൽ ചന്ദ്രഗിരി പുഴയാണ് അല്ലെ? പയസ്വിനി നദി എന്നറിയപ്പെടുന്നത് ചന്ദ്രഗിരി പുഴയാണ്. ഇനി മലിനീകരണം ഏറ്റവും കുറവുള്ള നദിയാണ് ഏതാണ്? കുന്തിപ്പുഴ അല്ലെ? മലിനീകരണം ഏറ്റവും കുറവുള്ള നദിയാണ് കുന്തിപ്പുഴ എന്ന് പറയുന്നത്. മലിനീകരണം കൂടുതലാണെങ്കിലോ ഏതാണ്? മലിനീകരണം
കുറവാണെങ്കിൽ കുന്തിപ്പുഴയാണ്. മലിനീകരണം കൂടുതലാണെങ്കിൽ അതേതാ വരുന്നത്? പെരിയാറും ചാലിയാറും ആണ് കേട്ടോ. പെരിയാറും ചാലിയാറാണ്. ഓക്കെ, അപ്പൊ മലിനീകരണം ഏറ്റവും കൂടുതലാണെങ്കിൽ പെരിയാറും ചാലിയാറും, മലിനീകരണം കുറവാണെങ്കിൽ അതേതാണ്? കുന്തിപ്പുഴയാണ്. ഇനി മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്നത് എവിടെയാണ്? നമ്മൾ പഠിച്ചു അല്ലെ? എവിടെയാണ്? ബാലേപ്പൂണി കുന്നുകളിൽ നിന്നാണ് അല്ലെ? ബാലേപ്പൂണി കുന്നുകളിൽ നിന്നാണ് മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്നത്. പതിക്കുന്നതാണെങ്കിൽ അത് ഉപ്പള കായലിലാണ്. കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ചോദിച്ചാൽ അത് രാമപുരം നദിയാണ്. എന്നാൽ ദക്ഷിണേന്ത്യയല്ല, ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണെങ്കിൽ അതേതാണ്? അത് അയിരൂർ പുഴയാണ്. ഓക്കെ, കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നദിയാണെങ്കിൽ അതേതാണ്? അത് നെയ്യാറാണ്. നെയ്യാറിന്റെ പോഷക നദികളാണ് കല്ലാറും കരവലിയാറും എന്ന് പറയുന്നത്. ഇത്രയും കാര്യം ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് കൊടങ്ങരപ്പള്ളം പുഴയെ പറ്റിയിട്ടാണ് കേട്ടോ. അതൊരു പ്രാവശ്യം ഇങ്ങനെ പരീക്ഷ ചോദിച്ചതാണ്. അതായത് കാൽ നൂറ്റാണ്ട് മുമ്പ് വറ്റിവരണ്ട് പോയിട്ടുള്ള അട്ടപ്പാടിയിലെ ഏത് പുഴയാണ് വീണ്ടും ഒഴുകി തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ അതേതാ നദി? കൊടങ്ങരപ്പുള്ളം പുഴയാണ് കേട്ടോ. കൊടങ്ങരപ്പുള്ളം പുഴ എന്ത് ചെയ്യുന്നു? ആദ്യം അത് വറ്റിവരണ്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് എന്ത് ചെയ്തു? അത് പിന്നീട് വീണ്ടും അത് ഒഴുകാനായിട്ട് തുടങ്ങി. ആ ഒരു നദിയാണ് ഏത്? കൊടുങ്ങരപ്പുള്ളം പുഴ എന്ന് പറയുന്നത്. ഓർത്തു വെക്കാലോ. ഇനി അടുത്തത് കാസർഗോഡ് ജില്ലയെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന ഒരു നദിയുണ്ട്. ഏതാണ് ആ നദി? അതാണ് ചന്ദ്രഗിരി പുഴ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ചന്ദ്രഗിരി പുഴ എങ്ങനെയാണ് പോകുന്നത്? കാസർഗോഡ് ജില്ലയിലെ യു ഷേപ്പിലാണ് പോകുന്നത്. അപ്പൊ കാസർഗോഡ് ജില്ലയെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന നദിയാണ് ഏതാ? ചന്ദ്രഗിരി പുഴ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി എസ് കെ പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ഏതാണത്? അത് നമ്മുടെ ഇരുവഴിഞ്ഞിപ്പുഴയാണ് കേട്ടോ. അപ്പൊ നാടൻ പ്രേമം എന്ന കൃതിയിൽ പ്രതിപാദിക്കുന്ന നദിയാണ് ഇത് ഇരുവഴിഞ്ഞിപ്പുഴ എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ OV വിജയന്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദിയാണ് ഏത്? തൂതപ്പുഴ എന്ന് പറയുന്നത്. അപ്പൊ നാടൻ പ്രേമത്തിൽ ഏത് നദിയെ പറ്റിയാ പറയുന്നത്? ഇരുവഴിഞ്ഞിപ്പുഴയാണെങ്കിൽ ഗുരുസാഗരം, OV വിജയന്റെ ഗുരുസാഗരത്തിൽ പറയുന്ന നദിയാണ് ഏത്? തൂതപ്പുഴ എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ വില്യം ലോഗന്റെ മലബാർ മാനുവൽ ഉണ്ടല്ലോ, അതിൽ പ്രതിപാദിക്കുന്ന ഒരു നദിയുണ്ട്, അതാണ് കോരപ്പുഴ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വില്യം ലോഗന്റെ മലബാർ മാനുവലില് പ്രതിപാദിക്കുന്ന നദിയാണ് ഏത്? ഓക്കെ, ഏതാണ് പറഞ്ഞത്? കോരപ്പുഴയാണ് അല്ലെ? അപ്പൊ വില്യം ലോഗന്റെ മലബാർ മാനുവലില് പ്രതിപാദിക്കുന്ന നദിയാണ് കോരപ്പുഴ എന്ന് പറയുന്നത്. ഇത്രയും കാര്യം ക്ലിയർ അല്ലേ? ഒന്നും കൂടി പറയാം. നമ്മൾ ആദ്യം ഏതാ പറഞ്ഞത്? കൊടുങ്ങരപ്പള്ളം പുഴയെ പറ്റിയിട്ടാണ് അല്ലെ? എന്താ പ്രത്യേകത? 1/4 നൂറ്റാണ്ട് മുമ്പ് വരെ വറ്റി വരണ്ടു പോയ അട്ടപ്പാടിയിലെ ഒരു പുഴയാണ് വീണ്ടും ഒഴുകി തുടങ്ങിയത്. അതാണ് കൊടുങ്ങരപ്പള്ളം പുഴ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയെ യു ആകൃതിയിൽ ഒഴുകുന്ന നദി അതേതാണ്? അതായത് കാസർഗോഡ് ജില്ലയിലെ യു എന്ന് പറയുന്ന ഷേപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഷേപ്പിലൂടെ ഒഴുകുന്ന നദിയാണ് ഏത്? ചന്ദ്രഗിരി പുഴ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ നാടൻ പ്രേമം, എസ് കെ പൊറ്റക്കാടിന്റെ നാടൻ പ്രേമത്തിൽ പ്രതിപാദിക്കുന്ന നദിയാണെങ്കിൽ ഇരുവഴിഞ്ഞിപ്പുഴയും, OV വിജയന്റെ ഗുരുസാഗരത്തിൽ ഏതാണ്? തൂതപ്പുഴയാണ്. വില്യം ലോഗന്റെ മലബാർ മാനുവലിലാണെങ്കിൽ അത് കോരപ്പുഴ. അപ്പൊ മലബാർ മാനുവലിൽ കോരപ്പുഴ, ഗുരുസാഗരത്തില് തൂതപ്പുഴ, നാടൻ പ്രേമത്തില് ഇരുവഴിഞ്ഞിപ്പുഴ. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യം ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് നദികളിൽ നടക്കുന്ന മലിനീകരണവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് പദ്ധതികളെ പറ്റിയിട്ടാണ്. ഇതൊക്കെ നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. അതായത് 1-2 പദ്ധതികൾ പറയുന്നുണ്ട്. അതിന്റെ നിർവഹണ ചുമതല ആർക്കാണുള്ളത് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് ഈ ഒരു ജലാശയങ്ങൾ മലിനപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പദ്ധതികളാണ് ഈ കൊടുത്തിട്ടുള്ള പദ്ധതികൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് ഇനി ഞാൻ ഒഴുകട്ടെ എന്ന് പറയുന്ന പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടതാണ്? ജലാശയങ്ങളുടെ മലിനീകരണവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയാണ്. ആർക്കാണ് അതിന്റെ നിർവഹണ ചുമതല വരുന്നത്? ഹരിത കേരള മിഷൻ ആണ് അല്ലെ? ഹരിത കേരള മിഷനാണ് എന്ത് കൊണ്ടുവന്നിട്ടുള്ളത്? ഇനി ഞാൻ ഒഴുകട്ടെ എന്ന് പറയുന്ന പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത്. ഓർത്തു വെക്കാലോ അല്ലെ? ഇനി ഞാൻ ഒഴുകട്ടെ എന്ന് കേൾക്കുമ്പോൾ തന്നെ നദികളുമായി ബന്ധപ്പെട്ടാന്ന് ആലോചിക്കുക അല്ലെ? ഇനി ഞാൻ ഒഴുകട്ടെ നദികളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഏതാണ് നിർവഹണ ചുമതല ഉള്ളത്? ഹരിത കേരള മിഷൻ അല്ലെ? ഹരിത കേരള മിഷനാണ് ഈ ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി രണ്ടാമത്തേതാണ് മാലിന്യമുക്തം നവകേരളം. മാലിന്യമുക്തമാക്കല്ലേ? നദികളൊക്കെ മാലിന്യമുക്തമാക്കുക. അപ്പൊ മാലിന്യമുക്തം നവകേരളം നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതിയാണ് ഏതാ? മാലിന്യമുക്തം നവകേരളം. അവർക്കാണ് അതിന്റെ നിർവഹണ ചുമതല വരുന്നത്. അതുപോലെ തന്നെയാണ് തെളിനീരൊഴുകും നവകേരളം. അതും എന്തുമായി ബന്ധപ്പെട്ടതാണ്? നദികളുടെ മലിനീകരണവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് അതിന്റെ നിർവഹണ ചുമതല വഹിക്കുന്നത്. ഇനി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള മറ്റൊരു പദ്ധതിയാണ് ഏത്? ജൽ ജീവൻ മിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ജൽ ജീവൻ അല്ലെ? ആ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ജൽ ജീവൻ ഒരു ഹിന്ദി പേരാണ് അല്ലെ? അതുകൊണ്ട് തന്നെ അത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയാണ്. ഈ പറഞ്ഞ പോലെ നദികളുടെ മലിനീകരണവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു പദ്ധതിയാണെന്ന് എന്ത് ചെയ്യാം? ഒന്ന് ഓർത്തു വെക്കാം. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ്? ഒന്ന് ഇനി ഞാൻ ഒഴുകട്ടെ, മാലിന്യമുക്തം നവകേരളം,
അതുപോലെ തന്നെ തെളിനീരൊഴുകുന്ന നവകേരളം, ജൽ ജീവൻ മിഷൻ, ഇതൊക്കെ എന്താണ് ഈ പറഞ്ഞ നദികളുടെ മലിനീകരണവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പദ്ധതികളാണ്. ഓർത്തു വെക്കാലോ. ഇനി അടുത്തത് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള കുറച്ച് പ്രകൃതി ദുരന്തങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിൽ ഒന്നാമത് പറയുന്നുണ്ട് നമ്മുടെ സുനാമിയാണ്. അത് എന്നാണ് ഉണ്ടായത്? അതൊരു പ്രാവശ്യം പരീക്ഷയിൽ ചോദിച്ചതാണ് കേട്ടോ. സുനാമി ഏതാ വർഷം? 2004 2004 കേരളത്തില് സുനാമി ഉണ്ടായിട്ടുള്ളത്. അതൊന്ന് ഓർത്തു വെക്കുക. വർഷം ഏതാണ്? 2004. അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് കവളപ്പാറയിലെ ഉരുൾപൊട്ടലും അതുപോലെ തന്നെ പെട്ടിമുടി ഉരുൾപൊട്ടലും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഇത് എവിടെയാ സ്ഥലം എന്ന് ചോദിക്കാം, അതുപോലെ തന്നെ നടന്ന വർഷവും ചോദിക്കാം. അപ്പൊ കവളപ്പാറ എവിടെയാ സ്ഥലം? കവളപ്പാറ പാലക്കാടാണ് അല്ലെ? പാലക്കാടാണ് കവളപ്പാറ. അതുപോലെ തന്നെ ഏത് വർഷമാണ്? 2019 കേട്ടോ. അപ്പൊ പാലക്കാടാണ് കവളപ്പാറ എന്ന് പറയുന്ന സ്ഥലം. അവിടെയാണ് ഈ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത്. 2019 എന്ത് നടക്കുന്നത്? ഈ ഒരു ഉരുൾപൊട്ടൽ നടക്കുന്നത്. തൊട്ടടുത്ത വർഷം 2020 എവിടെ? പെട്ടിമുടിയിൽ അല്ലെ? പെട്ടിമുടി എന്ന് പറയുന്നത് എവിടെയാണ്? ഇടുക്കിയാണ് അല്ലെ? ഇടുക്കിയിലാണ് പെട്ടിമുടി. ഓക്കെ, ഇടുക്കിയില് 2020 എന്ത് നടക്കുന്നത്? ഒരു പെട്ടിമുടി ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ കവളപ്പാറ ഏതാ വർഷം? 2019. പെട്ടിമുടി ആണെങ്കിൽ അടുത്ത വർഷം 2020. പെട്ടിമുടി എവിടെയാ സ്ഥലം? ഇടുക്കിയും. കവളപ്പാറയാണെങ്കിൽ പാലക്കാടുമാണ്. പിന്നെ സുനാമി ഉണ്ടായത് ഏതാ വർഷം? 2004 കേരളത്തില് സുനാമി ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതും കൂടി എന്ത് ചെയ്യാ? ഒന്ന് ഓർത്തു വെക്കാം. ഇത്രയും കാര്യം ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് കായലുകളെ കുറിച്ചിട്ടാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോ നദികളുമായി ബന്ധപ്പെട്ട് ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? ഞാൻ കുറച്ച് റാൻഡം ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നിങ്ങളുടെ മനസ്സിലൊന്ന് കണ്ണടച്ചിട്ടൊന്ന് ആലോചിക്കുക. അതൊക്കെ ഉത്തരങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ നോക്കാം കേട്ടോ. ഓക്കെ, ഒരു 4-5 ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കാം. എത്ര കിലോമീറ്റർ നീളമുള്ള ജലപ്രവാഹങ്ങളെയാണ് നദിയായിട്ട് പരിഗണിക്കാം? എത്രയായിരുന്നു? എത്ര കിലോമീറ്റർ നീളമുള്ള ജലപ്രവാഹങ്ങളെയാണ് നദിയായിട്ട് പരിഗണിക്കുന്നത്? എത്രയായിരുന്നു? 15 അല്ലെ? 15 കാരണം എന്താ? 16 കിലോമീറ്ററിലാണ് ആര് വരുന്നത്? മഞ്ചേശ്വരം പുഴ വരുന്നത്. അപ്പൊ 15 കിലോമീറ്റർ വരെയുള്ള 15 കിലോമീറ്ററിൽ കൂടുതലുള്ള ജലപ്രവാഹങ്ങളെയാണ് നദിയായിട്ട് പരിഗണിക്കുന്നത്. എന്നാല് പമ്പയുടെ നീളം എത്രയാ? പമ്പയുടെ നീളം. പമ്പ എവിടെയാ കിടക്കുന്നത്? പെരിയാറ് മുകളില്, അത് കഴിഞ്ഞിട്ട് ഭാരതപ്പുഴ, പമ്പ, ചാലിയാറ്, ചാലക്കുടിപ്പുഴ. ആ ഒരു ഓർഡർ കിട്ടണം കേട്ടോ. PB, PB, PCC. അപ്പം ചാലിയാറിന്റെ നീളം എത്രയാണ് വരുന്നത്? 176 അല്ലെ? സോറി, ചാലിയാറല്ല, പമ്പല്ലേ പറഞ്ഞത്. പമ്പയുടെ നീളം 176 കിലോമീറ്റർ ആണ്. ചാലക്കുടി ആണെങ്കിൽ 145 അല്ലെ? 145 കിലോമീറ്റർ ആണ്. മുല്ലയാർ ഏതിന്റെ പോഷക നദിയാണ്? മുല്ലയാർ ഏതായിരുന്നു? പെരിയാറാണ് അല്ലെ? മുല്ലയാറ്, കട്ടപ്പനയാറ്, ചെറുതോണിയാറ്, പെരിഞ്ചൻകുട്ടിയാറ്, ഇടമലയാറ്, ഇതൊക്കെ ആരുടേതാണ്? നമ്മുടെ പെരിയാറിന്റെ പോഷക നദിയാണ്. പേരാർ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? പേരാറ്. ഓർത്തെടുത്തേ, പേരാറ്. നിള, പേരാറ്, ഭാരതപ്പുഴയാണ് അല്ലെ? ഭാരതപ്പുഴയാണ്. എന്നാൽ പൂർണ്ണ ചൂർണിയാണെങ്കിൽ അത് പെരിയാറാണ്. ബാരിസ് ആണെങ്കിൽ പമ്പ അല്ലെ? ബാരിസ് ആണെങ്കിൽ പമ്പയാണ്. കക്കിയാറ്, കഴുതയാറ്, അതൊക്കെ എന്തിന്റെ പോഷക നദിയാ? അതൊക്കെ പമ്പയുടെ പോഷക നദിയാണ്. ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദി ഏതാണ്? അതേതായിരുന്നു? ചാലക്കുടി പുഴയാണ് അല്ലെ? ചാലക്കുടി പുഴയാണ്. വരയാർ ഏതിന്റെ പോഷക നദിയാണ്? വരയാറ്. ശിരുവാണി, വരയാറ് ഏതായിരുന്നു? ഭവാനിയുടേതാണ് അല്ലെ? ഭവാനിയുടേതാണ് ശിരുവാണിയും വരയാറൊക്കെ. തലയാറാണെങ്കിൽ, തലയാർ എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് പാമ്പാറാണ്. ഓക്കെ, മാറിപ്പോകരുത്. തലയാർ എന്നറിയപ്പെടുന്നത് പാമ്പാർ നദിയാണ്. മഞ്ഞ നദിയാണെങ്കിൽ കുറ്റ്യാടിപ്പുഴ അല്ലെ? മഞ്ഞ നദി, കുറ്റ്യാടിപ്പുഴ. ഇംഗ്ലീഷ് ചാനല് മയ്യഴിപ്പുഴ. പയോസിനി നദി എന്നറിയപ്പെടുന്നത് ചന്ദ്രഗിരി പുഴ. പിന്നെ കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണെങ്കിൽ അത് ഏതായിരുന്നു? രാമപുരം നദിയാണ് അല്ലെ? എന്നാൽ ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണെങ്കിൽ അത് അയിരൂർ പുഴയാണ്. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറുത് അയിരൂർ പുഴയാണ്. യു ഷേപ്പിൽ പോകുന്നത്, നമ്മുടെ കാസർഗോഡ് ജില്ലയെ യു ഷേപ്പിൽ ചുറ്റി ഒഴുകുന്ന നദിയാണ് ഏത്? ചന്ദ്രഗിരി പുഴ എന്ന് പറയുന്നത്. കുരുസാഗരം എന്ന കൃതിയിൽ പ്രതിപാദിക്കുന്നത് ഏതാ? അത് തൂതപ്പുഴയാണ് അല്ലെ? വില്യം ലോഗന്റെ മലബാർ മാനുവലിലാണ് ഏത് വരുന്നത്? കോരപ്പുഴ വരുന്നത്. കവളപ്പാറ ഏതാ വർഷം ദുരന്തം ഉണ്ടായത്? കവളപ്പാറ എവിടെയാ സ്ഥലം? പാലക്കാട് അല്ലെ? പാലക്കാടാണ്. വർഷം ചോദിച്ചാല് 2019. 2020 അത് പെട്ടിമുടിയാണ് അല്ലെ? പെട്ടിമുടി എവിടെയാ വരുന്നത്? ഇടുക്കിയാണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ?
ഇതിൽ ഇനിയും കിട്ടാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഷോർട്ട് നോട്ടിൽ എഴുതി വെക്കുക, പഠിക്കുക, റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ റിവിഷൻ നടത്തുക. എന്നാലേ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് എളുപ്പമുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചു പോകലല്ല നല്ലത് അല്ലെ. അതായത് നമുക്ക് അറിയാത്ത കാര്യങ്ങൾ കൂടി അതിന്റെ കൂടെ പഠിക്കുമ്പോഴാണ് നമുക്ക് നല്ല മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാനും നല്ല റാങ്കിലോട്ടൊക്കെ എത്താൻ പറ്റുന്നത്. അല്ലാതെ നമുക്ക് എന്താണ് ഈസി അത് കാര്യം മാത്രം നമ്മൾ സെലക്ട് ചെയ്തിട്ട് പഠിക്കാൻ നിൽക്കരുത്. പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരെയും കൂടി എന്ത് ചെയ്യുക, ചേർത്ത് നിർത്തിയിട്ട് പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് കായലുകളെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ കായലുകൾ നോക്കാം. കായലുകൾ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളെ കേരളവുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ് അല്ലെ. കായലുകളുടെയും തടാകങ്ങളുടെയും നാട് എന്നാണ് നമ്മുടെ കേരളത്തെ അറിയപ്പെടുന്നത്. അപ്പൊ കായലുകളുടെയും തടാകങ്ങളുടെയും നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് എന്ത്, കേരളം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ കായലുകളുടെ എണ്ണം എത്രയാണ്? കേരളത്തിലെ കായലുകളുടെ എണ്ണം 34. നദികൾ 44, നദികൾ 44, കായല് 34. മാറിപ്പോകരുത്, നദികളാണെങ്കിൽ 44, ഓക്കെ, കായലുകളാണെങ്കിൽ 34. ഇനി ഈ കായലുമായിട്ട്, അതായത് കടല് കായലുമായിട്ട് ചേരുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അതിനെ വിളിക്കുന്ന പേരെന്താണ്? അതാണ് അഴി എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കായല് കടലുമായിട്ടല്ലേ, നമുക്കറിയാം കടലുമായിട്ട് ഇങ്ങനെ ചേർന്ന് കിടക്കുന്നതാണ് ഇത് കായൽ എന്ന് പറയുന്നത്. ആ കായല് കടലുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം ഉണ്ടായിരിക്കും. ആ ഒരു ജോയിൻ ചെയ്യുന്ന ഒരു പ്രദേശം ഉണ്ടല്ലോ, അതിനറിയപ്പെടുന്നത് എന്താണ്? അഴി എന്നാണ് വിളിക്കുക. എന്നാല് കായല് കടലിനോട് ചേരുന്ന ഭാഗത്ത് താൽക്കാലികമായിട്ട് കെട്ടിയിട്ടുള്ള ഒരു മണൽത്തിട്ടയുണ്ട്, അതിനെയാണ് പൊഴി എന്ന് വിളിക്കുന്നത്. അപ്പൊ അഴിയും പൊഴിയും മാറിപ്പോകരുത്. ഒന്നുകൂടി പറയാം, കായല് കടലുമായിട്ട് ചേർന്ന് കിടക്കുന്ന ആ ഒരു പ്രദേശത്തെയാണ് അഴി എന്ന് വിളിക്കുന്നത്. എന്നാൽ കായലും കടലും കൂടി ചേരുന്ന ഭാഗത്ത് കിട്ടിയിട്ടുള്ള മണൽത്തിട്ട ഉണ്ടെങ്കിൽ അതിനെയാണ് എന്ത് വിളിക്കുന്നത്? പൊഴി എന്ന് വിളിക്കുന്നത്. ഓക്കെ, മണലല്ലേ ഇങ്ങനെ പൊഴിഞ്ഞു പൊഴിഞ്ഞു പോവുക. അപ്പൊ അങ്ങനെ ആലോചിച്ചാൽ മതി. മണൽത്തിട്ടയാണെങ്കിൽ അതെന്താണ്? പൊഴിയാണ്. മറ്റേതാണെങ്കിൽ അത് അഴിയാണ്. മാറരുത്, പരീക്ഷയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ചോദിച്ചാൽ അതേതാണ്? അത് നമ്മുടെ വേമ്പനാട്ട് കായലാണ്. ഓക്കെ, അപ്പൊ വേമ്പനാട്ട് കായലിനെ കുറിച്ചിട്ട് നമുക്ക് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ കായൽ എന്ന് പറയുന്നത്. എത്രയാണ് അതിന്റെ നീളം? എത്രയാണ്? 96 കിലോമീറ്റർ ആണ് ആരുടെ നീളം എന്ന് പറയുന്നത്? നമ്മുടെ വേമ്പനാട്ട് കായലിന്റെ നീളം എന്ന് പറയുന്നത്. എറണാകുളം, കോട്ടയം, ആലപ്പുഴ എന്നീ ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന കായലാണ് ഏത്? വേമ്പനാട്ട് കായൽ എന്ന് പറയുന്നത്. ഓക്കെ, എറണാകുളം ഉണ്ട്, കോട്ടയം ഉണ്ട്, ആലപ്പുഴയുണ്ട്. ഓക്കെ, നമുക്കറിയാം ആലപ്പുഴയിൽ എന്തായാലും ഉണ്ട് അല്ലെ വേമ്പനാട്ട് കായൽ. അതേപോലെ തന്നെയാണ് എറണാകുളത്തുണ്ട്. പിന്നെ ആരും കൂടി ഓർത്ത് വെക്കണം, കോട്ടയത്തിനും കൂടി ഓർത്ത് വെക്കണം. അപ്പൊ ഇത്രയും ജില്ലകളിലൂടെയാണ് ആര് പോകുന്നത്? നമ്മുടെ വേമ്പനാട്ട് കായൽ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്നത്. ഏതൊക്കെയാണ്? ആലപ്പുഴ, എറണാകുളം, കോട്ടയം. ആലപ്പുഴ, എറണാകുളം, കോട്ടയം, ഇത്രയും ജില്ലകളിലാണ് ആര് കിടക്കുന്നത്? വേമ്പനാട്ട് കായൽ കിടക്കുന്നത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ കായലാണ്. 96 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം എന്ന് പറയുന്നത്. ഇനി ഈ വേമ്പനാട്ട് കായലിൽ കാണപ്പെടുന്ന 2 ദ്വീപുകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട 2 ദ്വീപുകളാണ് പാതിരാമണൽ. PYQ ക്വസ്റ്റ്യൻ ആണ്. പാതിരാമണൽ ഏത് കായലിലാണെന്ന് ചോദിക്കും. ഏതാണ്? വേമ്പനാട്ട് കായല്. അതുപോലെ തന്നെ വെല്ലിംഗ്ടൺ ദ്വീപ് ഏത് കായലിലാണ്? അതും വേമ്പനാട്ട് കായലിലാണ്. അപ്പൊ പാതിരാമണലാണെങ്കിലും വെല്ലിംഗ്ടൺ ദ്വീപാണെങ്കിലും ഒക്കെ എവിടെയാണ്? വേമ്പനാട്ട് കായലിലാണ്. ഇനി നമ്മുടെ വേമ്പനാട്ട് കായലിന് കുറുകെ നിർമ്മിച്ചിട്ടുള്ള ഒരു ബണ്ട് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് തണ്ണീർമുക്കം ബണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിന് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? വേമ്പനാട്ട് കായലാണ്. അപ്പൊ വേമ്പനാട്ട് കായലിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ബണ്ടാണ് ഏതെന്ന് പറയുന്നത്? തണ്ണീർമുക്കം ബണ്ട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് അവിടെ ഉള്ളതാണ് തോട്ടപ്പള്ളി സ്പിൽവേ എന്ന് പറയുന്നത്. നമ്മുടെ കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷിക്കുന്നതിനായിട്ട് വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ചിട്ടുള്ള തടയണയാണ് ഏതെന്ന് പറയുന്നത്? തോട്ടപ്പള്ളി സ്പിൽവേ എന്ന് പറയുന്നത്. 1955 തോട്ടപ്പള്ളി സ്പിൽവേ കെട്ടിപ്പടുക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് തോട്ടപ്പള്ളി സ്പിൽവേ എന്ന് പറഞ്ഞാല്? കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു തടയണയാണ് ഏതെന്ന് പറയുന്നത്? തോട്ടപ്പള്ളി സ്പിൽവേ. അപ്പൊ തോട്ടപ്പള്ളി സ്പിൽവേയും അതുപോലെ തന്നെ തണ്ണീർമുക്കം ബണ്ടും ഇത് രണ്ടും എവിടെ തന്നെയാണ്? വേമ്പനാട്ട് കായലിലാണ്. ഓക്കെ, ഇത്രയും കാര്യം ക്ലിയർ അല്ലേ? ഇത്രയും കാര്യം വേമ്പനാട്ട് കായലുമായി ബന്ധപ്പെട്ട് പഠിക്കണം. അപ്പൊ ഏറ്റവും നീളം കൂടിയതാണ് ഇത് വേമ്പനാട്ട് കായൽ എന്ന് പറയുന്നത്. 96 കിലോമീറ്റർ ആണ് വേമ്പനാട്ട് കായലിന്റെ നീളം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജില്ലകൾ ഏതൊക്കെ ജില്ലകളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്? എറണാകുളം, ആലപ്പുഴ, കോട്ടയം അല്ലെ. എറണാകുളം, ആലപ്പുഴ, കോട്ടയം എന്നീ ജില്ലകളിലായിട്ടാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്നത്. അതിലെ ദ്വീപുകളാണ് ഏതൊക്കെ? നമ്മുടെ പാതിരാമണലും വെല്ലിംഗ്ടൺ. ചോദിക്കുന്നതാണ് കേട്ടോ, ഒരുപാട് തവണ ചോദിച്ചതാണ്. പാതിരാമണൽ ദ്വീപ് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? വേമ്പനാട്ട് കായലിലാണ്. ഇനി അവിടെ ഉള്ളതാണ് തണ്ണീർമുക്കം ബണ്ടും അതുപോലെ തന്നെ തോട്ടപ്പള്ളി സ്പിൽവേയും. അതായത് വേമ്പനാട്ട് കായലിൽ ഇങ്ങനെ കുറുകെ നിർമ്മിച്ചിട്ടുള്ള ഒരു തടയണയാണ് ഏതെന്ന് പറയുന്നത്? തണ്ണീർമുക്കം ബണ്ട് എന്ന് പറയുന്നത് അല്ലെ. അതുപോലെ തന്നെ കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനായിട്ട് വേമ്പനാട്ട് കായൽ നിർമ്മിച്ചിട്ടുള്ളത് താൽക്കാലികമായിട്ടുള്ള തടയണ, അതാണ് ഏതെന്ന് പറയുന്നത്? തോട്ടപ്പള്ളി സ്പിൽവേ എന്ന് പറയുന്നത് കേട്ടോ. അതും കൂടി എന്ത് ചെയ്യാ, ഒന്ന് ഓർത്തു വെക്കാം. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ള കായലാണ് അഷ്ടമുടി കായൽ എന്ന് പറയുന്നത്. അഷ്ടമുടി കായൽ എന്താ പ്രത്യേകത? കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കായലാണ് അഷ്ടമുടി കായൽ എന്ന് പറയുന്നത്.
അപ്പൊ ഏറ്റവും വലിയ കായലാണെങ്കിൽ അത് ഏതാണ്? അത് വേമ്പനാട്ട് കായലാണ്. രണ്ടാം സ്ഥാനത്താണ് ആരുള്ളത്? അഷ്ടമുടി കായൽ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഒരു പ്രത്യേകതയാണ് ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടർ ഓഫ് കേരള. ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടർ ഓഫ് കേരള എന്നറിയപ്പെടുന്ന കായലും ഇത് തന്നെയാണ്, അഷ്ടമുടി കായലാണ്. പനയോല, നീരാളി എന്നീ ഷേപ്പിലുള്ള ഒരു കായലാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ അഷ്ടമുടി കായൽ. ഓക്കെ, പനയോലൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പനയോല അതുപോലെ തന്നെ നീരാളി അതിന്റെയൊക്കെ ഒരു ഷേപ്പാണ് ആർക്കുള്ളത്? ഈ അഷ്ടമുടി കായലിനുള്ളത്. നമ്മുടെ കൊല്ലം ജില്ലയിലാണ് ഏത് വരുന്നത്? അഷ്ടമുടി കായൽ വരുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ സീ പ്ലെയിൻ സർവീസ് ഒക്കെ ആരംഭിച്ചത് എവിടെയാണ്? അഷ്ടമുടി കായലാണ് കേട്ടോ. വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിലെ ആദ്യത്തെ സീ പ്ലെയിൻ സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? അഷ്ടമുടി കായൽ. അഷ്ടമുടി കായൽ എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ് അല്ലെ. അതുപോലെ തന്നെ ഇതിന്റെ ഷേപ്പ് എങ്ങനെയാണ്? പനയോല അതുപോലെ തന്നെ നീരാളി ഇതിന്റെ ഒക്കെ ആകൃതിയാണ് ആർക്കുള്ളത്? ഈ പറഞ്ഞ അഷ്ടമുടി കായലിനുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വലിയ കായലാണ് ഇതെന്ന് പറയുന്നത് അഷ്ടമുടി കായൽ എന്ന് പറയുന്നത്. ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടർ ഓഫ് കേരള എന്നറിയപ്പെടുന്ന കായലും കൂടിയാണ് ഇത് അഷ്ടമുടി കായൽ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത കായലാണ് ശാസ്താംകോട്ട കായൽ എന്ന് പറയുന്നത്. ശാസ്താംകോട്ട കായൽ എന്താ പ്രത്യേകത? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് തവണ PYQ ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ശുദ്ധം ശാസ്ത രണ്ടും മാറരുത്. ഏറ്റവും വലുതെന്ന് കേൾക്കുമ്പോൾ തന്നെ വേമ്പനാട്ട് കായലിൽ പോയിട്ട് ഓടി എഴുതരുത്. ഇവിടെ എന്താ ചോദിച്ചത്? ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് അല്ലെ. ഓപ്ഷൻ എയിൽ തന്നെ കൊടുക്കും വേമ്പനാട്ട് കായൽ. പക്ഷെ നമ്മുടെ അശ്രദ്ധ കാരണം പെട്ടെന്ന് എന്ത് ചെയ്യും? വേമ്പനാട്ട് കായൽ പോയിട്ട് കറപ്പിക്കും, നെഗറ്റീവ് അടിക്കും. അപ്പൊ ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ്. അപ്പൊ ശുദ്ധം എന്ന് കേൾക്കുമ്പോൾ തന്നെ അവിടെ ഷാ വെച്ച് കണക്ട് ചെയ്യാം. ശാസ്താംകോട്ട കായലാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ഇത് ശാസ്താംകോട്ട കായൽ. അതും എവിടെ തന്നെയാണ്? നമ്മുടെ കൊല്ലം തന്നെയാണ് കേട്ടോ. അപ്പൊ അഷ്ടമുടി കായലാണെങ്കിലും ശാസ്താംകോട്ട കായലൊക്കെ എവിടെയാ വരുന്നത്? കൊല്ലം ജില്ലയിലാണ്. ഇനി കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? നമ്മുടെ ശാസ്താംകോട്ട കായലിനെയാണ് അല്ലെ. നമുക്കറിയാം ശാസ്താംകോട്ട കായൽ എന്താ? ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് അല്ലെ. അപ്പൊ ശുദ്ധമായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിനെ കായലുകളുടെ രാജ്ഞി എന്നാണ് അറിയപ്പെടുന്നത്. ആലോചിക്കാം. അപ്പൊ കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന കായലാണ് ഏതെന്ന് പറയുന്നത്? ഏത്? ശാസ്താംകോട്ട കായൽ എന്ന് പറയുന്നത്. ഇനി ഇതിനും ഒരു ഷേപ്പ് ഒക്കെ ഉണ്ട്. നമ്മുടെ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ്, ഈ ഒരു എഫിന്റെ ആകൃതിയിലൊക്കെയാണ് ശാസ്താംകോട്ട കായൽ എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. കറക്റ്റ് ഷേപ്പ് ഒന്നും ആവില്ല, എന്നാലും ഏകദേശമൊക്കെ ഒരു ഷേപ്പ് പോലെയാണ് ഏത് വരുന്നത്? നമ്മുടെ ശാസ്താംകോട്ട കായൽ വരുന്നത്. ഓക്കെ, അപ്പൊ പനയോല, നീരാളി അതിന്റെ ഷേപ്പിലാണെങ്കിൽ അത് അഷ്ടമുടി കായലാണ്. എഫ് ആകൃതി ആണെങ്കിലോ അത് ശാസ്താംകോട്ട കായലാണ് കേട്ടോ. എഫിന്റെ ആകൃതി ആണെങ്കിൽ ശാസ്താംകോട്ട കായലാണ്. ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ഇത് ശാസ്താംകോട്ട കായൽ. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നതുമാണ് ഇത് ശാസ്താംകോട്ട കായൽ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കായലുകളെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കായലുകളെ കുറിച്ചിട്ട് നോക്കാം. അതായത് PYQ ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇനി കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏതാണത്? അത് പൂക്കോടാണ് കേട്ടോ. അതൊക്കെ PYQ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം, ഏറ്റവും വലുത് നമ്മൾ പറഞ്ഞു ഏതായിരുന്നു? ശാസ്താംകോട്ട കായലാണ് അല്ലെ. എന്നാൽ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ചോദിച്ചുള്ളത് ഏതാണ്? പൂക്കോട് അല്ലെ. പൂക്കോട് എവിടെയാണ്? വയനാടാണ്. അതാണ് ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം എന്ന് പറയുന്നത്. ഇനി കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ കായലാണെങ്കിലോ അതേതാണ്? ഉപ്പള കായലാണ് അല്ലെ. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ കായൽ ചോദിക്കുകയാണെങ്കിൽ അതേതാണ്? ഉപ്പള കായലാണ്. തെക്കേ അറ്റത്താണെങ്കിൽ അത് വേളിക്കായലാണ് കേട്ടോ. അപ്പൊ വടക്കേ അറ്റത്ത് ഉപ്പള കായല്, തെക്കേ അറ്റത്താണെങ്കിൽ വേളിക്കായല്. മാറില്ലല്ലോ. വടക്കേറ്റത്ത് ഏതാണ്? വടക്ക് ഭാഗത്ത് ഉപ്പള കായല്, തെക്കാണെങ്കിൽ വേളിക്കായലാണ്. ഇനി കേരളത്തിലെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ശുദ്ധജല തടാകമാണ് ഏത്? നമ്മുടെ കോഴിക്കോടുള്ള മാനാഞ്ചിറ തടാകം. മനുഷ്യനിർമ്മിതമായിട്ട് നിർമ്മിച്ചെടുത്തിട്ടുള്ളതാണ് ഏതെന്ന് പറയുന്നത്? മാനാഞ്ചിറ തടാകം എന്ന് പറയുന്നത് കോഴിക്കോടാണ്. അപ്പൊ കേരളത്തിലെ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകമാണ് ഏതെന്ന് പറയുന്നത്? ഏതാണ്? മാനാഞ്ചിറ തടാകം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖം ചോദിച്ചാൽ അതേതാണ്? അത് കൊച്ചിയാണ് കേട്ടോ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ തടാക തുറമുഖമാണ് ഏത്? കൊച്ചി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? കേരളത്തിലെ പ്രകൃതിയാലുള്ള ഏക ഓക്സ്ബോ തടാകമാണ് വൈന്തല തടാകം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ കേരളത്തിലെ പ്രകൃതിയാലുള്ള ഏക ഓക്സ്ബോ തടാകം ചോദിച്ചാൽ അതേതാണ്? വൈന്തല തടാകമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒക്കെ PYQ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏതാണ്? ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം എന്ന് പറഞ്ഞാല് പൂക്കോടാണ് അല്ലെ. ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ടയാണെങ്കിൽ, ഏറ്റവും ചെറുതാണെങ്കിൽ അതേതാണ്? പൂക്കോട്. ഇനി കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ കായല്, വടക്ക് ഉപ്പള, തെക്ക് വേളിക്കായല്. മനുഷ്യനിർമ്മിതമായിട്ടുള്ള ശുദ്ധജല തടാകമാണെങ്കിൽ അത് മാനാഞ്ചിറ തടാകം. പിന്നെ ഏതാ പറഞ്ഞത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖമാണെങ്കിൽ അത് കൊച്ചി. ഓർത്തു വെക്കണം. അതുപോലെ തന്നെ കേരളത്തിലെ പ്രകൃതിയാലുള്ള ഏക ഓക്സ്ബോ തടാകമാണ് ഏത്? വൈന്തല തടാകം എന്ന് പറയുന്നത്.
ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങള് കായലുകളുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കണം. അപ്പൊ കായലുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഒക്കെ ഒന്ന് മനസ്സിലേക്ക് ഓർത്തെടുക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഒന്ന് ഓർത്തെടുത്തേ, കേരളത്തിൽ എത്ര കായലുകളുണ്ട്? എത്ര കായലുകളുണ്ട്? നദികൾ 44 കായലുകൾ എത്ര എണ്ണം ഉണ്ട്? 34 കായൽ ട്ടോ. അവിടെ നമ്മൾ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയിട്ടുണ്ട്. കായലുകള് 34 അല്ലേ പറഞ്ഞത്? അതില് 7 എണ്ണമാണ് ഉൾനാടൻ കായലുകൾ എന്ന് പറയുന്നത് ട്ടോ. ഉൾനാടൻ കായലുകളാണ് 7 എണ്ണം. ഉൾനാടൻ കായലുകൾ. ബാക്കി 27 എണ്ണോ കടലുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നതാണ് ട്ടോ. അതായത് ഉൾനാടൻ കായലുകൾ എന്ന് പറഞ്ഞാൽ അവ കടലുമായിട്ട് കണക്ട് ചെയ്യാത്തതായിരിക്കും. അപ്പൊ അതില് ഉൾനാടൻ കായലുകൾ 7 എണ്ണം, ബാക്കിയുള്ള 27 എണ്ണമാണ് കടലുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന കായലുകൾ എന്ന് പറയുന്നത്. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക. 27ഉം 7ഉം 7 എണ്ണമാണ് ഉൾനാടൻ കായലുകൾ. അങ്ങനെ മൊത്തം എത്ര വരുന്നുണ്ട്? 34 എണ്ണം വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ 34 കായലുകളാണ് കേരളത്തിലുള്ളത്. ഏറ്റവും വലിയ കായലാണെങ്കിൽ ഏതായിരുന്നു അത്? അത് വേമ്പനാട്ട് കായലാണ് അല്ലെ? ഏറ്റവും ചെറിയ കായലാണെങ്കിൽ അത് ഏതായിരുന്നു? ഏതായിരുന്നു ഏറ്റവും ചെറിയ കായല്? ഏറ്റവും ചെറിയ കായലെ പറ്റി നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ അല്ലെ? ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ് പൂക്കോട് എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണെങ്കിൽ അത് ഏതായിരുന്നു? അത് വേമ്പനാട്ട് കായലാണ്. അതുപോലെ തന്നെ അഴിയും പൊഴിയും എന്താ വ്യത്യാസം? അഴിയാണെങ്കിൽ കായല് കടലുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് അഴി. എന്നാൽ അവിടെയുള്ള ഒരു മണൽത്തിട്ട അല്ലെ, കായല് കടലിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്തെയുള്ള മണൽത്തിട്ട, അതാണ് പൊഴിയിലെ. മണൽ ഇങ്ങനെ പൊഴിഞ്ഞു പോവാന്ന് ആലോചിക്കുക, മാറിപ്പോകരുത്. അതാണ് പൊഴി എന്ന് പറയുന്നത്. ഇനി പാതിരാമണലൊക്കെ ഏത് കായലിലാണ്? പാതിരാമണല്, വെല്ലിംഗ്ടൺ എവിടെയാണ്? വേമ്പനാട്ട് കായലാണ് അല്ലെ? വേമ്പനാട്ട് കായലാണ്. തോട്ടപ്പള്ളി സ്പിൽവേ, തണ്ണീർമുക്കം ബണ്ട് അതൊക്കെ എവിടെയാണ്? വേമ്പനാട്ട് കായലാണ്. എഫ് ആകൃതിയിലുള്ള കായലാണെങ്കിലോ? എഫ് ശാസ്താംകോട്ടയാണ് അല്ലെ? എന്നാൽ പനയോല, നീരാളി അതൊക്കെ അഷ്ടമുടി കായലാണ്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ കായൽ ഏതാ? അത് വേളി അല്ലെ? വടക്കാണെങ്കിൽ ഉപ്പള കായൽ. ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ് പൂക്കോട്ട് തടാകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് ഡാമുകളെ കുറിച്ചിട്ടാണ് കേട്ടോ. ഇതും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗം തീരും. ഓക്കെ, അപ്പൊ അതും കൂടി എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. അപ്പൊ ഡാം, അണക്കെട്ടുകളെ കുറിച്ചിട്ടാണ്. അപ്പൊ അതിലാദ്യം നമുക്ക് നോക്കാനുള്ളത്, ഓക്കെ, ആദ്യത്തെ ഡാമാണ് നമ്മുടെ ഇടുക്കി ഡാമിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇടുക്കി ഡാം ഏത് നദിയിലാണ്? ഏത് നദിയിലാണ്? പെരിയാറാണ് അല്ലെ? എന്താ അതിന്റെ പ്രത്യേകത? ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാം ആണ് ഏതെന്ന് പറയുന്നത്? ഇടുക്കി ഡാം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഏഷ്യയിൽ തന്നെ ആദ്യത്തെ ആർച്ച് ഡാം, അതുപോലെ തന്നെ ഏറ്റവും വലിയ ആർച്ച് ഡാം എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? ഇടുക്കി ഡാം ആണ്. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും വലിയ ആർച്ച് ഡാം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഇടുക്കി ഡാം ആണ്. ഇടുക്കി ഡാം ഏത് നദിയിലാണ്? പെരിയാർ നദിയിലാണ്. ഇനി ഇടുക്കി ഡാമിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ച വിദേശ രാജ്യമുണ്ട്. അതേതാണ്? കാനഡയാണ് ട്ടോ. അപ്പൊ ഇടുക്കി ഡാമിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിനെ സഹായിച്ച രാജ്യമാണ് ഏത്? കാനഡ എന്ന് പറയുന്നത്. അതൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഇത് എന്നാണ് ഉദ്ഘാടനം ചെയ്തത്? ഇടുക്കി ഡാം 1976 ഇന്ദിരാഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഇടുക്കി ഡാം 1976 പെരിയാറിലാണ് ഇടുക്കി ഡാം ഉള്ളത്. ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ആർച്ച് ഡാം ആണ് ഇടുക്കി ഡാം എന്ന് പറയുന്നത്. ഈ ഇടുക്കി ഡാമിന്റെ നിർമ്മാണത്തിന് സഹായിച്ച വിദേശ രാജ്യമാണ് ഏത്? കാനഡ എന്ന് പറയുന്നത്. ഇനി ഇടുക്കി ഡാമിന്റെ പവർ സ്റ്റേഷന്റെ സ്ഥാപക ശേഷി എത്രയാണ്? 780 മെഗാവാട്ട് ആണ് ട്ടോ. അപ്പൊ ഇടുക്കി ഡാമിന്റെ പവർ സ്റ്റേഷന്റെ ഒക്കെ സ്ഥാപക ശേഷി എന്ന് പറയുന്നത് എത്രയാണ്? 780 മെഗാവാട്ട് ആണ് അതിന്റെ സ്ഥാപക ശേഷി എന്ന് പറയുന്നത്. മെഗാവാട്ട് ട്ടോ, 780 മെഗാവാട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, പഠിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഇടുക്കി ഡാമുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കണം. എന്തൊക്കെയാണ്? ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ആർച്ച് ഡാം ആണ് ഇടുക്കി ഡാം. എവിടെയാണ്? ഏത് നദിയാണ്? പെരിയാർ അല്ലെ? പെരിയാർ നദിയിലാണ്. ഇടുക്കിയിലൂടെ ഒഴുകുന്ന നദിയല്ലേ പെരിയാർ? അപ്പൊ പെരിയാറിലാണ് ഇടുക്കി ഡാം ഉള്ളത്. പിന്നെ എന്താ നമ്മൾ പറഞ്ഞത്? ഇടുക്കി ഡാമിന്റെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യമാണ് ഏത്? കാനഡ എന്ന് പറയുന്നത്. കാനഡയുണ്ട്. അതുപോലെ തന്നെ ഉദ്ഘാടനം ചെയ്തത് എന്നാ? 1976 ഇന്ദിരാഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഇതിന്റെ സ്ഥാപക ശേഷി എത്രയാണ്? 780 മെഗാവാട്ട് ആണ് ട്ടോ. 780 മെഗാവാട്ട് ആണ്. ഇനി അടുത്തത് മുല്ലപ്പെരിയാർ ഡാം ആണ്. മുല്ലപ്പെരിയാർ ഡാമും എവിടെ തന്നെയാണ്? നമ്മുടെ പെരിയാർ തന്നെയാണ് ട്ടോ. പെരിയാറിൽ തന്നെയാണ് മുല്ലപ്പെരിയാർ ഡാമും. എന്നാണ് മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെച്ചത്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1886 പാട്ടക്കരാർ ഒപ്പുവെക്കുകയും 1887 അതിന്റെ പണിയൊക്കെ തുടങ്ങുന്നത്. അപ്പൊ 1886 മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെക്കുന്നത്. അങ്ങനെ മുല്ലപ്പെരിയാർ അത് കമ്മീഷൻ ചെയ്യുന്നത് എന്നാണ്? 1895 1895 നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം ഒക്കെ ഉദ്ഘാടനം ചെയ്തത്. എന്നാണ്? 1895. ഇനി ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ ശില്പി ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? അതാണ് ജോൺ പെന്നി ക്വിക്ക് ആണ്. എന്തിന്റെ
ശില്പി എന്ന് പറയുന്നത്? മുല്ലപ്പെരിയാർ ഡാമിന്റെ ശില്പി എന്ന് പറയുന്നത്. ഇനി എത്ര വർഷത്തേക്കാണ് മുല്ലപ്പെരിയാർ പാട്ടത്തിന് നൽകിയത്? 999 അല്ലെ? 999 വർഷത്തേക്കാണ് മുല്ലപ്പെരിയാർ പാട്ടത്തിന് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെച്ചത് ആരൊക്കെയായിരുന്നു? മുല്ലപ്പെരിയാറിന്റെ പാട്ടക്കരാർ ഒപ്പുവെച്ചത് ആരൊക്കെയായിരുന്നു? നമ്മുടെ തിരുവിതാംകൂർ ദിവാനായിട്ടുള്ള വി രാമയ്യങ്കാറും അതുപോലെ തന്നെ മദ്രാസ് സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള JC ഹാനിങ്ടണും തമ്മിലാണ് ഈ ഒരു കരാർ ഒപ്പുവെച്ചിട്ടുള്ളത്. ആരൊക്കെയാണ്? വി രാമയ്യങ്കാറും JC ഹാനിങ്ടണും. ഒന്ന് ഓർത്ത് വെക്കുക, വി രാമയ്യങ്കാറും JC ഹാനിങ്ടണും. ഇത്രയും കാര്യം ഓർത്ത് വെക്കാലോ. അപ്പൊ മുല്ലപ്പെരിയാർ ഡാം എവിടെയാണ്? ഏത് നദിയിലാണ്? മുല്ലപ്പെരിയാർ ഏതാണ്? പെരിയാർ അല്ലെ? പെരിയാർ നദിയിലാണ്. എന്നാണ് ഇതിന്റെ പാട്ടക്കരാർ ഒപ്പുവെക്കുന്നത്? 1886. 1886. അങ്ങനെ 1895 എന്ത് ചെയ്യുന്നു? ഇത് കമ്മീഷൻ ചെയ്യുന്നു, ഉദ്ഘാടനം ചെയ്യുന്നു. 1895 ഈ ഒരു മുല്ലപ്പെരിയാർ ഡാമിന്റെ ശില്പിയാണ് ആര്? ജോൺ പെന്നിക്വിക്ക് എന്ന് പറയുന്നത്. ആരാണ്? ജോൺ പെന്നിക്വിക്ക് ആണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ ശില്പി എന്ന് പറയുന്നത്. എത്ര വർഷത്തേക്കാണ് മുല്ലപ്പെരിയാർ പാട്ടത്തിന് നൽകിയത്? 999 വർഷത്തേക്കാണ് ഇതിന്റെ പാട്ടക്കരാറിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെച്ചവർ ആരൊക്കെയായിരുന്നു? വി രാമയ്യങ്കാറും JC ഹാനിങ്ടണും ആണ്. ഇത്രയും കാര്യം ക്ലിയർ അല്ലേ? ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് നെയ്യാർ ഡാം ആണ്. നെയ്യാർ ഡാം എന്താ പ്രത്യേകത? കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് എവിടെയാണ്? നമ്മുടെ നെയ്യാർ ഡാമിലെ മരക്കുന്നം ദ്വീപിലാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് എവിടെയാ വരുന്നത്? നെയ്യാർ ഡാമിലാണ് അല്ലെ? അത് കറക്റ്റ് എവിടെയാ ചോദിച്ചാലും മരക്കുന്നം ദ്വീപിലാണ് കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് വരുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ ചീങ്കണ്ണി പുനരധിവാസ ഗവേഷണ കേന്ദ്രം കൂടിയാണ് ഇത് നെയ്യാർ ഡാം. അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്താ? സ്റ്റീവ് ഇർവിൻ പാർക്ക്. ഇതൊക്കെ PYQ ക്വസ്റ്റ്യൻസ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. അപ്പൊ കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് നെയ്യാർ ഡാം ഒക്കെ എവിടെയാ വരുന്നത്? തിരുവനന്തപുരം ജില്ലയിലാണ് അല്ലെ? അപ്പൊ കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് എവിടെയാ വരുന്നത്? മരക്കുന്നം ദ്വീപിലാണ്. എവിടെയാണ്? മരക്കുന്നം ദ്വീപ്. അതുപോലെ തന്നെ കേരളത്തിലെ ചീങ്കണ്ണി പുനരധിവാസ ഗവേഷണ കേന്ദ്രം കൂടിയാണ് ഏത്? നെയ്യാർ ഡാം എന്ന് പറയുന്നത്. അതിന്റെ മറ്റൊരു പേരാണ് എന്താ? സ്റ്റീവ് ഇർവിൻ പാർക്ക്. അപ്പൊ സ്റ്റീവ് ഇർവിൻ പാർക്കും എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? ഈ പറഞ്ഞ നെയ്യാർ ഡാമിലുള്ളതാണെന്ന് ഓർത്തു വെക്കാം. ഓർക്കാലോ. ഇനി ഡാമുമായി ബന്ധപ്പെട്ട് കുറച്ച് ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്, PYQ ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസുകളാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഡാം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ഡാം എന്ന് പറയുന്നത് അത് മലമ്പുഴ ഡാം ആണ് കേട്ടോ. മാറിപ്പോകരുത്, ഇടുക്കി എന്നല്ല. കേരളത്തിലെ ഏറ്റവും വലിയ ഡാം ആർച്ച് ഡാം ആണെങ്കിൽ അത് ഏതാണ്? അത് ഇടുക്കി ഡാം ആണ് അല്ലെ? എന്നാൽ കേരളത്തിലെ ഏറ്റവും വലിയ ഡാം എന്ന് മാത്രം ചോദിച്ചാൽ അത് ഏതാണ്? മലമ്പുഴ ഡാം ആണ്. മലമ്പുഴ എവിടെയാണ്? പാലക്കാട് അല്ലെ? പാലക്കാട് ജില്ലയിലാണ് മലമ്പുഴ ഡാം. 1955 ഏത് ഉദ്ഘാടനം ചെയ്യുന്നത്? മലമ്പുഴ ഡാം. ഓക്കെ, മലമ്പുഴ ഡാം ഉദ്ഘാടനം ചെയ്യുന്നത് 1955 അതും ചോദിച്ച വർഷമാണ് 1955. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ഡാം ആണ് ഏത്? മലമ്പുഴ ഡാം. എവിടെയാണ്? പാലക്കാടാണ്. 1955. ഇനി മലമ്പുഴയിലെ യക്ഷി എന്ന് പറയുന്ന ശില്പം അത് പണിതത് ആരാണ്? കാനായി കുഞ്ഞിരാമനാണ് കേട്ടോ. അപ്പൊ മലമ്പുഴയിലെ യക്ഷി എന്ന് പറയുന്ന ശില്പം പണിതത് ആരാണ്? അത് കാനായി കുഞ്ഞിരാമനാണ്. ഇനി ദക്ഷിണേന്ത്യയിൽ തന്നെ ആദ്യത്തെ റോക്ക് ഗാർഡൻ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ആരാണ്? അതും എവിടെയാണ്? മലമ്പുഴയിലാണ് കേട്ടോ. അപ്പൊ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ റോക്ക് ഗാർഡൻ ചോദിച്ചാൽ അത് എവിടെയാ വരുന്നത്? മലമ്പുഴയിൽ തന്നെയാണ്. മലമ്പുഴയുമായി ബന്ധപ്പെട്ട് അത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ഡാം ആണ് മലമ്പുഴ ഡാം. 1955 അത് കമ്മീഷൻ ചെയ്യുന്നത്. പാലക്കാടാണ് മലമ്പുഴ ഡാം. ഇനി മലമ്പുഴയിലുള്ള യക്ഷി എന്ന് പറയുന്ന ശില്പം പണിതത് ആരാണ്? അത് കാനായി കുഞ്ഞിരാമനാണ്. കാനായി കുഞ്ഞിരാമനാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ റോക്ക് ഗാർഡൻ എവിടെയാണെന്ന് ചോദിച്ചാൽ അതും എവിടെ തന്നെയാണ്? മലമ്പുഴയിലാണ്. ഓക്കെ, ഇനി കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ചോദിച്ചാൽ അതേതാണ്? അത് നമ്മുടെ ബാണാസുര സാഗർ ഡാം ആണ് അല്ലെ? വയനാട്ടിലുള്ള ബാണാസുര സാഗർ ഡാം ആണ് കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം എന്ന് പറയുന്നത്. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ഏതാണ്? ബാണാസുര സാഗർ ഡാം. ആർച്ച് ഡാം ആണെങ്കിൽ അതേതാണ്? അത് ഇടുക്കിയാണ് അല്ലെ? ആർച്ച് ഡാം ആണെങ്കിൽ അത് ഇടുക്കി ഡാം ആണ്. എന്നാൽ ഏറ്റവും വലിയ എർത്ത് ആണെങ്കിൽ അത് ബാണാസുര സാഗർ ഡാം ആണ്. ക്ലിയർ അല്ലേ? റോക്ക് ഗാർഡൻ എവിടെയുള്ളത്? അത് മലമ്പുഴയിലാണ്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഇനി നമുക്ക് കുറച്ച് ഡാമുകൾ പറയാം, അത് ഏതൊക്കെ ജില്ലയിലാണെന്ന് ഒന്ന് നോക്കാം. അതിലൊന്നാമത്തേതാണ് തെന്മല ഡാം. തെന്മല ഡാം എവിടെയാ? തെന്മല കൊല്ലമാണ് അല്ലെ? തെന്മല കൊല്ലം നമ്മൾ പഠിച്ചിട്ടുണ്ട്. തെന്മല കൊല്ലത്താണ്. അതുപോലെ തന്നെ പീച്ചി, വാഴാനി, ഷോളയാർ, പെരിങ്ങൽകുത്ത് ഇതൊക്കെ എവിടെയാ വരുന്നത്? നമ്മുടെ തൃശ്ശൂരാണ് കേട്ടോ. പീച്ചി, വാഴാനി, ഷോളയാർ, പെരിങ്ങൽകുത്ത് ഈ 4 എവിടെയാ വരുന്നത്? തൃശ്ശൂർ ജില്ലയിലാണ്. ഇതൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഷോളയാറൊക്കെ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അപ്പൊ പീച്ചി, വാഴാനി, ഷോളയാർ, പെരിങ്ങൽകുത്ത് ഇതൊക്കെ എവിടെ വരുന്നത്? തൃശ്ശൂർ ജില്ലയിലാണ്. പഴശ്ശി ഡാം ആണെങ്കിലോ? പഴശ്ശി ഡാം അത് കണ്ണൂരാണ് അല്ലെ? പഴശ്ശി ഡാം വരുന്നത് കണ്ണൂരാണ്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ്? തെന്മല ഡാം കൊല്ലം,
പീച്ചി, വാഴാനി, ഷോളയാറ്, പെരിങ്ങൽകുത്ത് ഇതൊക്കെ എവിടെയാ വരുന്നത്? തൃശ്ശൂർ ജില്ലയിലാണ്. പഴശ്ശി ഡാം ആണെങ്കിൽ കണ്ണൂരാണ്. ഓക്കെ, ഇനി ചില ഡാമുകൾ പറയാം, അത് ഏത് നദിയിലാണെന്നും കൂടി നോക്കാം. അരുവിക്കര ഡാം. അരുവിക്കര ഡാം എവിടെയാണ്? കരമനയാറാണ് കേട്ടോ. അരുവി കര കവിഞ്ഞൊഴുകി എന്ന് ആലോചിക്കാം. അരുവിക്കര ഡാം കരമനയാറ്. ബാണാസുര സാഗർ ഡാം ആണെങ്കിലോ അത് നമ്മുടെ കബനിയിലാണ് കേട്ടോ. ആ സമയത്ത് പറയാൻ വിട്ടതാണ്. ബാണാസുര സാഗർ ഡാം കബനി നദിയിലാണ്. ശബരി ഡാം ആണെങ്കിലോ ശബരിമല അല്ലെ, പമ്പ ആലോചിക്കുക. അപ്പൊ ശബരി ഡാം പമ്പയിലാണ്. പഴശ്ശി ഡാം. പഴശ്ശി ഡാം എവിടെയാ? കണ്ണൂരാണ് അല്ലെ. വളപട്ടണം പുഴയിലാണ് ഇത് വരുന്നത്? നമ്മുടെ പഴശ്ശി ഡാം വരുന്നത്. തെന്മല ഡാം കൊല്ലത്താണ്, കല്ലടയിലാണ്. തെന്മല ഡാം കല്ലട, തെന്മല കല്ലട. ഓക്കെ, പഴശ്ശി ഡാം ആണെങ്കിൽ വളപട്ടണം പുഴ, ശബരി ഡാം ആണെങ്കിൽ പമ്പ, ബാണാസുര സാഗർ ഡാം ആണെങ്കിൽ കബനി, അരുവിക്കര ഡാം ആണെങ്കിൽ കരമനയാർ. ഇത്രയും പഠിക്കണം കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുകൂടി പറഞ്ഞുതരാം. അരുവിക്കര ഡാം. അരുവിക്കര ഡാം എവിടെയാ വരുന്നത്? കരമനയാർ, കരമനയാർ. ബാണാസുര സാഗർ ഡാം വയനാടാണ് വരുന്നതെന്ന് അറിയാം. അത് എവിടെയാണ്? ഇത് നദിയിലാണ്, കബനി നദിയിലാണ്. ശബരി ഡാം ശബരിമല എന്ന് ആലോചിക്കുക. അപ്പൊ അത് പമ്പയിലാണ്. ശബരി ഡാം പമ്പ. പഴശ്ശി ഡാം. പഴശ്ശി എവിടെയാ വരുന്നത്? പഴശ്ശി ഡാം എവിടെയാ വരുന്നത്? കണ്ണൂരാണ് അല്ലെ. ആ കണ്ണൂരുള്ള വളപട്ടണം പുഴയിലാണ് പഴശ്ശി ഡാം വരുന്നത്. തെന്മല ഡാം ആണെങ്കിലോ അത് കല്ലടയിലാണ് അല്ലെ. തെന്മല കൊല്ലത്താണ്, അവിടെ കല്ലട നദിയിലാണ് ഇത് വരുന്നത്? തെന്മല ഡാം വരുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഡാമുമായി ബന്ധപ്പെട്ട് പഠിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡാമുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളൂ. ഇന്ന് നമ്മൾ എടുത്ത കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. എല്ലാവരും എന്ത് ചെയ്യണം? ചെയ്തു നോക്കണം. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് അറിയാനാണ്. ഓരോന്നും നമ്പർ ഇട്ടിട്ട് നിങ്ങളുടെ ആൻസർ എന്ത് ചെയ്യുക? കമന്റ് ആയിട്ട് കൊടുക്കുക കേട്ടോ. വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ഓരോന്നിന്റെ ആൻസർ ഏതാന്ന് കൊടുക്കാം. 4, 5, 6, 7 ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. 7 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവരും എന്ത് ചെയ്യുക? മുഴുവൻ മാർക്കും കിട്ടണം. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. മറ്റുള്ള ആളുടെ കമന്റ് നോക്കിയിട്ട് കൊടുക്കരുത്. നിങ്ങൾക്ക് എന്താണ് അതിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്, അത് എത്രത്തോളം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻ തരുന്നത്. അപ്പൊ അത് നിങ്ങൾ മറ്റുള്ളതോ ബുക്കോ നോക്കാതെ സ്വയം എന്ത് ചെയ്യുക? ഉത്തരം എഴുതാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ 7 ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അടുത്തൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്